നമസ്കാരം. രാജ്യത്തും സംസ്ഥാനത്തും കോവിഡ് കേസുകളുടെ കുതിച്ചുചാട്ടം, അതുണ്ടാക്കുന്ന ആശങ്കകൾ, ഇനി വരുന്ന ദിവസങ്ങളിൽ ഉണ്ടായേക്കാവുന്ന നിയന്ത്രണങ്ങൾ, ജാഗ്രതകൾ. ഈ മണിക്കൂറിൽ നമ്മൾ ഈ വിഷയങ്ങളാണ് പരിശോധിക്കുന്നത്. പ്രമുഖ ഡോക്ടർമാർ നമ്മളോട് കൂടെ ചേരുകയും ചെയ്യും. ഇതായാലും ആദ്യം ഇന്നത്തെ കണക്കുകളും ഇന്നത്തെ ആശങ്കയും വെച്ച് തുടങ്ങാം. രാജ്യത്തെ കോവിഡ് ബാധിതരുടെ എണ്ണം കുതിച്ചുയരുന്നു. 2 ദിവസത്തിനിടെ 2,71,202 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. പ്രതിദിന പോസിറ്റിവിറ്റി റേറ്റ് 16.28%. ഒമിക്രോൺ ബാധിതരുടെ എണ്ണം 7,743 എന്നാണ് പുതിയ കണക്ക്. രാജ്യത്ത് കോവിഡ് തീവ്രവ്യാപനം രൂക്ഷമായി തുടരുകയാണ്. 24 മണിക്കൂറിനിടെ 2,71,202 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 314 പേർ മരിച്ചു. ഇതോടെ രാജ്യത്ത് ഇതുവരെ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 4,86,066 ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 16% മുകളിൽ തുടരുകയാണ്. ഒമിക്രോൺ ബാധിതരുടെ എണ്ണം 7,743. മഹാരാഷ്ട്രയിൽ ഇന്നലെ 42,462 പേർക്കാണ് രോഗം ബാധിച്ചത്. 125 ഒമിക്രോൺ കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തതോടെ സംസ്ഥാനത്താകെ ഒമിക്രോൺ രോഗികളുടെ എണ്ണം 1,730. കർണാടകത്തിൽ 32,793 പേർക്കും തമിഴ്നാട്ടിൽ 23,898 പേർക്കും രോഗം സ്ഥിരീകരിച്ചു. പശ്ചിമ ബംഗാളിലും ഡൽഹിയിലും രോഗികളുടെ പ്രതിദിന എണ്ണത്തിൽ നേരിയ കുറവുണ്ട്. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കടുത്ത നിയന്ത്രണം തുടരാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. പദയാത്രകൾക്കും പൊതുസമ്മേളനങ്ങൾക്കും ഏർപ്പെടുത്തിയിട്ടുള്ള വിലക്ക് ജൂൺ 22 വരെ നീട്ടിയിട്ടുണ്ട്. ന്യൂസ് 18 ഡൽഹി. ഇതാണ് രാജ്യത്തിൻ്റെയും പൊതു സാഹചര്യം. കേരളത്തിലും അതിശക്തമായ രീതിയിൽ തന്നെ സംസ്ഥാനത്ത് ഇന്നലെ 17,755 പേർക്കാണ് രോഗം സ്ഥിരീകരിക്കുകയും ചെയ്തത്. ഡോക്ടർ സുൽഫി ഈ ഘട്ടത്തിൽ നമ്മളോട് കൂടെ ചേരുന്നു. കൂടാതെ ഡോക്ടർ PS ഇന്ദുവും ചേരും, മറ്റ് വിദഗ്ധരും നമ്മളോട് കൂടെ ചേരും. ആദ്യം ഡോക്ടർ സുൽഫിയിലേക്ക്. സാർ, ഏതായാലും കണക്കുകൾ ഓരോ ദിവസവും ഇരട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം താങ്കളിലേക്ക് വന്നാൽ ഈ ഒരു വേവിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? പ്രത്യേകിച്ച് സൗത്ത് ആഫ്രിക്കയിലൊക്കെ അനുഭവം വെച്ചിട്ട് എങ്ങനെയാണ് ഈ ഒരു വേവിനെ താങ്കൾ കാണുന്നത്? നമുക്ക് ഒമിക്രോൺ നമുക്ക് സൗത്ത് ആഫ്രിക്ക ആണെങ്കിലും ഇംഗ്ലണ്ടിലെ ആണെങ്കിലും മറ്റു പല രാജ്യങ്ങളുടെയൊക്കെ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ അതിനെ ആശാവഹമായ പല കാര്യങ്ങളുണ്ടെങ്കിലും നമുക്കിപ്പോഴും ഇന്ത്യയിലെ സാഹചര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ ഒന്നുകൂടെ വിശദമായിട്ട് നോക്കുകയാണെങ്കിൽ അതിനെ ടോട്ടലി അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരു രീതി ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് എനിക്ക് ആദ്യമായിട്ട് തന്നെ പറയാനുള്ളത്. ഫസ്റ്റ് തിങ് അതാണ്. സെക്കൻഡ്, നമ്മൾ ഈ കാണുന്ന ഒമിക്രോൺ ഒന്നും അല്ല. ഒമിക്രോൺ ഇപ്പൊ പറയുന്ന കണക്കുകൾ എത്രയോ ഇരട്ടി ഇവിടെ ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അങ്ങനെയാണ് പ്രാഥമികമായിട്ടുള്ള പല പഠനങ്ങളും കാണിക്കുന്നത്. ഏതാണ്ട് ടെസ്റ്റ് ചെയ്യുന്നതിലെ എല്ലാത്തിനും നമുക്ക് ജീനോമിക് സീക്വൻസിങ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ജീനോമിക് സീക്വൻസിങ്ങോ അല്ലെങ്കിൽ ഒമിക്രോൺ ഐഡന്റിഫൈ ചെയ്യുന്ന RT-PCR ഒക്കെ ചെയ്ത് നോക്കുമ്പോൾ ഒമിക്രോൺ വളരെ വളരെ കൂടുതലാണ് എന്നുള്ള ഒരു പ്രത്യേകിച്ച് കേരളത്തിലും അതേ ഒരു സ്ഥിതിവിശേഷം ഉണ്ട് എന്നാണ് നമുക്ക് പറയാൻ കഴിയുക. അപ്പൊ അത് വളരെ പെട്ടെന്ന് പടരുന്ന ഒരു രോഗം കൂടിയാണ്. തിരുവനന്തപുരത്തും പല ജില്ലകളുടെയും കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ 2 കാര്യങ്ങൾ. ഒന്ന്, രോഗികൾക്ക് എല്ലാ ദിവസവും രോഗികളെ കാണുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ കൂടെ പറയാണ്. കാണുന്ന രോഗികളിൽ ഒരു നല്ല ടെസ്റ്റ് രോഗലക്ഷണങ്ങൾ ഉള്ളവരിൽ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു നല്ല ശതമാനവും ഏതാണ്ട് 60-70% പേരും പോസിറ്റീവ് ആകുന്ന ഒരു രീതിയുണ്ട്. അത് കൂടാതെ തന്നെ നമുക്ക് ഒരുപാട് പേര് ടെസ്റ്റ് ചെയ്യുന്നില്ല. അത് ശരിയോ തെറ്റോ എന്നുള്ളത് മറ്റൊരു ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരു രീതി വ്യക്തമായി വളരെ വളരെ ശക്തമായി കാണുന്നുണ്ട്. ഒരു രോഗി വരുന്നു, ബാക്കി വീട്ടിൽ 5 പേരും കൂടെ പനിയുണ്ടെന്ന് പറയുന്ന ഒരു രീതിയും കൂടെ ഉണ്ട്. അത് കാണിക്കുന്നത് നമുക്ക് സമൂഹത്തിൽ ഇത് വ്യാപകമായി പടർന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പൊ നമുക്ക് ഈ സൗത്ത് ആഫ്രിക്കയിലും മറ്റു രാജ്യങ്ങൾ പെരുമാറുന്നതിന് വിരുദ്ധമായിട്ട് ഭാരതത്തിൽ മാത്രം അല്ലെങ്കിൽ കേരളത്തിൽ മാത്രം മറ്റൊരു രീതിയിൽ ഈ തരംഗം പോകുമെന്ന് പറയുന്നത് ശരിയാവും തോന്നുന്നില്ല. എപ്പോഴും എല്ലാ തരംഗങ്ങളും ഭാരതത്തിലും മറ്റു രാജ്യങ്ങളിലൊക്കെ തന്നെ വളരെ വ്യത്യസ്തമൊന്നും ആയിരുന്നില്ല. അപ്പൊ ഈ ഒരു വേവ് പാറ്റേണും മറ്റു രാജ്യങ്ങൾ പോലെ തന്നെ ആയിരിക്കട്ടെ എന്ന് വേണം പ്രാർത്ഥിക്കുവാനായിട്ട്. കാരണം വലിയ ശക്തിയില്ലാത്ത രീതിയിൽ കടന്നു പോകുന്ന ഒരു രീതി എന്താ പറയാ ജനറലി എങ്കിലും ആശുപത്രികളിൽ നിറയുന്ന ഒരു സാഹചര്യം പല ജില്ലകളിലും കേരളത്തിലുണ്ട്. അതുകൊണ്ട് നമുക്ക് അടുത്ത 1-2 ആഴ്ച നല്ല ശ്രദ്ധയോടുകൂടി പോകേണ്ടതായിട്ടുണ്ട്. പ്രോബ്ലി 1-2 മാസം വരെയെങ്കിലും. പക്ഷെ അടുത്ത 1-2 ആഴ്ച വളരെ ക്രിട്ടിക്കൽ ആയിരിക്കും. അതിനകത്ത് നമുക്ക് കൂടുതൽ കേസുകൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്യുകയും ആശുപത്രികൾ നിറയാൻ പാടില്ല. ആശുപത്രികൾ നിറയുന്ന ഒരു സിറ്റുവേഷനാണ്. ഒമിക്രോൺ മാത്രമല്ല, ഈ COVID-19 മാത്രമല്ല, മറ്റ് ചികിത്സകളൊക്കെ തടസ്സപ്പെടും. ഒരു മാസ് കാഷ്വാലിറ്റി ഉണ്ടായിരുന്ന കുട്ടിക്കുള്ളൂ. ഒരു റോഡ് അപകടം നടന്നു, 15 പേര് ആശുപത്രിയിൽ ചെല്ലുമ്പോൾ അവർക്ക് ചികിത്സ ലഭിക്കാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആലോചിച്ച് നോക്കൂ. അത്രയ്ക്കും ആ രീതിയിലേക്ക് എത്താൻ പാടില്ല. അതുകൊണ്ട് തന്നെ പനിയുള്ള ആൾക്കാര് നിർബന്ധമായിട്ടും പുറത്തു പോകാതിരിക്കുക. കഴിയുമെങ്കിൽ ടെസ്റ്റുകൾ ഒരു പക്ഷേ ടെസ്റ്റ് ചെയ്തില്ലെങ്കിൽ പോലും കോവിഡ് ആണെന്ന് അസ്യൂം ചെയ്തോളൂ. വീട്ടിലിരിക്കുക. അങ്ങനെയുള്ള നിയന്ത്രണങ്ങൾ കർശനമായിട്ട് പാലിച്ചു പോവുകയും ഈ പൊതുസമൂഹത്തിലെ ആൾക്കൂട്ടം കൂടുന്ന കാര്യങ്ങൾക്ക് പല നിയന്ത്രണങ്ങളും നമുക്ക് സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതെല്ലാ രാഷ്ട്രീയ പാർട്ടികളും സാമൂഹിക സംഘടനകളും മതസംഘടനകളും വ്യക്തികളും
പല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ, അതായത് അവരുടെ വീട്ടിലെ ചടങ്ങുകളൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ അതെല്ലാം പാലിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു സ്ഥിതിവിശേഷമാണ്. നമ്മുടെ വളരെ അപകടകരമായ അല്ലെങ്കിൽ നമുക്ക് ആകാംക്ഷ ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെയാണ് നമ്മുടെ ഇൻഫെക്ടിവിറ്റി കാണുന്നത്. അതെല്ലാം കൂടെ കണക്കിലെടുത്തുകൊണ്ട് ശക്തമായ നിയന്ത്രണങ്ങളുമായിട്ട്, സ്വയം നിയന്ത്രണങ്ങളും ഗവൺമെന്റ് പറയുന്ന നിയമങ്ങളും പാലിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു ഘട്ടമാണെന്നാണ് എനിക്ക് പ്രാഥമികമായിട്ട് പറയാനുള്ളത്. തീർച്ചയായും താങ്കൾ ഈ നിയന്ത്രണങ്ങളുടെ കാര്യം പറയുമ്പോഴും പലപ്പോഴും നിയന്ത്രണം വേണം എന്ന് സർക്കാർ പറയുകയും പാർട്ടി പരിപാടികളൊക്കെ നമ്മൾ കാണുന്നതാണ്. ഒരു പാർട്ടിയിൽ മാത്രം ഞാൻ പറയുന്നില്ല, ഒരു ഇതെല്ലാവരും. അതുകൊണ്ട് പറയുന്നത് പോലെ തന്നെ പ്രവർത്തിക്കുക എന്നൊരു കാര്യം കൂടിയുണ്ട്. അത് നമുക്ക് വരും മണിക്കൂറുകൾ അതിലേക്ക് കൂടി വരാം. ഡോക്ടർ PS ഇന്ദു കൂടി ചേരുന്നു. മാഡം, ഇപ്പോൾ ഇന്നലെ വിവിധ ജില്ലകളിലായി 1,95,338 പേര് നിരീക്ഷണത്തിലുണ്ട്. ഇവരിൽ 4,052 പേർ ആശുപത്രിയിൽ, 596 പേര് പുതുതായി പ്രവേശിക്കപ്പെട്ടു. താരതമ്യേന ഒമിക്രോൺ വന്ന് ഗുരുതരമാവുന്നതിന് അല്ലെങ്കിൽ ഈ ഒരു വേവിൽ ഗുരുതരമാവുന്നത് ഈ കണക്കുകൾ വെച്ച് നോക്കിയാൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിന്റെ എണ്ണം ഇന്ത്യയിലും കേരളത്തിലും മാത്രമല്ല എല്ലാ സ്ഥലത്തും നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ അതിന്റെ ആകെ എണ്ണം. അപ്പൊ ആകെ എണ്ണത്തെക്കാൾ പലപ്പോഴും നമുക്ക് കുറച്ചുകൂടി വിശ്വസിക്കാൻ പറ്റുന്ന ഒരുപാട് സർഗേറ്റ് മാർക്കേഴ്സ് ഇതിനകത്ത് വേണ്ടി വരും. ഇപ്പൊ ഈ സർഗേറ്റ് എന്ന് പറയുന്ന ഈ ഇമ്മ്യൂണിറ്റി പോലും നമ്മൾ ആ സർഗേറ്റിനെ കുറിച്ച് ഒരുപാട് സംസാരിക്കുന്ന ഒരു സമയമാണ്. കാരണം ഇതിൽ നേരിട്ട് പലതിനെയും അളന്നെടുക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമാണ്. അതിന് ഒരുപാട് റിസോഴ്സസും ഒക്കെ വേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് നമുക്ക് കൃത്യമായ ഒരു കണക്ക് എല്ലാവരെയും പരിശോധിച്ച് ആകെ ഇത്ര പേർക്കേ ഉള്ളൂ, അതിൽ തന്നെ ഇത്ര ശതമാനമാണ് നമ്മൾ സീക്വൻസ് ചെയ്തത്, അതുകൊണ്ട് ഇത് ഇത്രയും ശതമാനം ഒമിക്രോൺ, ഇത്രയും ശതമാനം ഡെൽറ്റ. ഇപ്പൊ ഒരു 4-5 ദിവസത്തിന് മുമ്പ് ലോകാരോഗ്യ സംഘടന അവരുടെ ആ ഒരു സംഘടനയുടെ അല്ല ആ ഒരു ഡേറ്റാബേസിൽ നമ്മളെ പബ്ലിക് ഡൊമൈനിലുള്ള കഴിഞ്ഞ 30 ദിവസത്തെ ഒരു ഡേറ്റാബേസ് സീക്വൻസിങ് ചെയ്തിട്ടുള്ള ലക്ഷക്കണക്കിന് സാമ്പിളുകളുടെ ഒരു ഡേറ്റാബേസ് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 58% ഒമിക്രോൺ, ബാക്കി 42% ഡെൽറ്റയുമാണ്. അതായത് ലോകത്ത് എല്ലാ സ്ഥലത്തും നോക്കുകയാണെങ്കിൽ അവിടെ ഡെൽറ്റയും ഉണ്ട് ഒമിക്രോണും ഉണ്ട്. പല സ്ഥലത്തും അത് ഒമിക്രോൺ ശതമാനം കൂടിയും വരികയാണ്. അതായത് അതാണ് നമ്മൾ പറയുന്നത് ഒമിക്രോൺ ഡെൽറ്റയെ മറികടക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഇത് കൃത്യമായിട്ട് പ്രാദേശികമായിട്ട് നമുക്ക് പറയണമെങ്കിൽ ഒരുപാട് സാമ്പിളുകള് സീക്വൻസിങ് ഉൾപ്പെടെയുള്ള പരിശോധനകൾ ചെയ്ത് ഇവിടെ ഇത്ര ശതമാനം ഒമിക്രോണും ഇത്ര ശതമാനം ഡെൽറ്റയുമാണ്, ആകെ ഇത്ര പേരിൽ ഇത്ര ശതമാനം പേർക്ക് അസുഖമുണ്ട് എന്നൊക്കെ പറയുന്ന കണക്കുകൾ, ആ കണക്കുകൾ നമുക്ക് പ്രായോഗികമായിട്ട് ഒരുപാട്, കാരണം ഇതിനെല്ലാം ഒരുപാട് വിഭവങ്ങൾ വേണം, അത്രയും ഒരുപാട് കേപ്പബിലിറ്റീസ് വേണം. അപ്പൊ നമ്മൾ ആ കേപ്പബിലിറ്റീസ് ഇതിനു വേണ്ടി ഉപയോഗിക്കണമോ അതോ അസുഖമായിട്ട് വരുന്നവർക്ക് ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിക്കണമോ, അവരെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ഉപയോഗിക്കണമോ? അതുപോലെ നമ്മുടെ നാട്ടിലെ സാമൂഹികമായ ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം കണക്കുകളെയൊക്കെ നമ്മൾ ഇന്റർപ്രിറ്റ് ചെയ്യുന്നത്, നമ്മൾ കുറെയൊക്കെ അതിന്റെ ഒരു സറഗേറ്റ് മാർക്കേഴ്സ് അല്ലെങ്കിൽ സറഗേറ്റ് ട്രെൻഡ്സ്, സറഗേറ്റ് ഇൻഡിസസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ചു കാര്യങ്ങൾ കൂടി എന്ന് വെച്ചാൽ കുറച്ചുകൂടി വിശാലമായ ഒരു അർത്ഥത്തിൽ കണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത്ര എണ്ണം എന്നതിന് ഉപരിയായിട്ട് ഓരോ ദിവസവും പോസിറ്റീവ് ആകുന്നവരുടെ ശതമാനം കൂടി വരുന്നുണ്ട്. 100 പേര് ടെസ്റ്റ് ചെയ്യുമ്പോൾ എത്ര പേര് പോസിറ്റീവ് ആകുന്നത് ശതമാനം കൂടി വരുന്നുണ്ട്. ഡോക്ടർ സുൽഫി പറഞ്ഞ പോലെ ആരോഗ്യ പ്രവർത്തകർ പലരെയും നമ്മുടെ PHC തലത്തിലോ അതല്ലെങ്കിൽ നമ്മൾ ചികിത്സിക്കുന്ന ആളുകളെ ഒരാൾക്ക് വരുന്നവർ അവരെ ടെസ്റ്റ് ചെയ്ത് അവർ പോസിറ്റീവ് ആണ്, പക്ഷെ അവരുടെ വീട്ടിൽ 4 പേരും കൂടി ലക്ഷണങ്ങൾ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തില് ഒരു നിശബ്ദമായ ഒരു പടരലും അല്ലെങ്കിൽ നമ്മളുടെ ആ കണക്കുകൾ ശതമാനം വെച്ച് കുറച്ചുകൂടി നമ്മൾ വിശകലനം ചെയ്ത് സമൂഹത്തിൽ കുറച്ചുകൂടി പടരൽ നടക്കുന്നു എന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് എത്തി. നമുക്ക് വേണ്ടത് ആ ബോധ്യത്തിനപ്പുറം അതിനെന്ത് നടപടികൾ എന്നുള്ളതാ. ഇതൊക്കെ ഒരു ആഗോള, നമ്മുടെ ആങ്കർ ആദ്യം സൂചിപ്പിച്ച പോലെ ആഗോളമായ കണക്കുകളൊക്കെ ഉണ്ട്. സൗത്ത് ആഫ്രിക്കയിലെ അറിഞ്ഞിട്ട് നമുക്ക് എന്ത് കാര്യം എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ആ പ്രാദേശികമായ ഇടപെടൽ തീർച്ചയായിട്ടും പ്രശ്നം. പാൻഡമിക് ഗ്ലോബൽ ആണ്, പാൻഡമിക് ഈസ് ഗ്ലോബൽ, ബട്ട് അവർ ആക്ഷൻ ഹാസ് ടു ബി ലോക്കൽ. അതിന് ഗ്ലോബൽ സൊല്യൂഷൻസും തീർച്ചയായിട്ടും വേണം. എന്തുകൊണ്ട് വീണ്ടും കറങ്ങി തിരിഞ്ഞ് ഒമിക്രോണുമായിട്ട് തിരിച്ചു വന്നു എന്ന് ചോദിച്ചാൽ ശക്തമായ ഒരു വാക്സിൻ ഉണ്ടായിട്ടും ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും എല്ലാ ജനങ്ങൾക്കും അത് എത്തിക്കാൻ നമുക്ക് പറ്റിയില്ല, അല്ലേ? വാക്സിൻസ് ഡു നോട്ട് സേവ് ലൈഫ്സ് ബട്ട് വാക്സിനേഷൻ ഡസ്. വാക്സിൻ കണ്ടുപിടിച്ചു എന്ന് വിചാരിച്ചിട്ട് കോവിഡ് ഓടി പോവില്ല. എല്ലാ മനുഷ്യർക്കും അതിന്റെ പ്രതിരോധം എത്തത്തക്ക രീതിയിൽ എല്ലാ മനുഷ്യരിലേക്കും അത് എത്തിക്കാൻ ലോകത്തിന് കഴിയുന്ന ഒരു സമയത്ത് നമ്മൾ പാൻഡമിക്കിനെ അതിജീവിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. അത് നടന്നില്ല എന്ന് ചോദിച്ചാൽ എല്ലാ രാജ്യങ്ങളിലും ഒന്നും എത്തിയില്ല. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആഗോള കാര്യങ്ങളും നമുക്ക് പ്രധാനമാണ്. അതേസമയം നമ്മുടെ നാട്ടിൽ എന്ത് സംഭവിക്കുന്നു, അപ്പൊ അതുകൊണ്ട് ഇത്തരം ചർച്ചകൾ, അതിന്റെ സൊല്യൂഷൻസ്, അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്?
കോവിഡ് പടരുന്നു, എണ്ണം കൂടുന്നു എന്നുള്ളത് നമുക്ക് ഇതൊക്കെ കാണുമ്പോഴും ഇത്തരം കാര്യങ്ങളിൽ വിശകലനങ്ങളിലും കൂടെ. അപ്പൊ വിശകലനങ്ങൾക്കപ്പുറം വിശകലനം നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് ഇത്ര ശതമാനമാണ് ഡെൽറ്റ, ഇത്ര ശതമാനമാണ് ഒമിക്രോൺ എന്നതിനപ്പുറം വളരെ സിംറ്റമാറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ മൈൽഡ് ആയിട്ടുള്ള ഡെൽറ്റ തരംഗം വന്നപ്പോൾ ആകെ 100 കേസിൽ എത്ര പേര് ആശുപത്രിയിലായി, അതിനേക്കാൾ കുറച്ചു പേരെ ആശുപത്രിയിൽ വരുന്നുള്ളൂ. പക്ഷേ എണ്ണം കൂടുന്നുണ്ട്, ആശുപത്രി നിരക്കുകളും പതുക്കെ വർദ്ധിച്ചു വരുന്നത് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതാണ് സാഹചര്യം. അതുകൊണ്ട് തന്നെ നിശബ്ദമായ ഒരു പടരലും ലക്ഷണങ്ങൾ ഇല്ലാതെയും ഒമിക്രോണിന്റെ മറ്റ് രാജ്യത്തെ ഡേറ്റ ഡോക്ടർ സുൽഫി പറഞ്ഞതുപോലെ മൈൽഡ് ആണ്. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, UK ഹോസ്പിറ്റൽ അഡ്മിഷൻ റേറ്റ് അല്ലെങ്കിൽ മരണ നിരക്കും യു എസ് എയിൽ തന്നെ ഒരുപാട് പ്രാദേശിക ഭേദങ്ങളുണ്ട്. അവര് പല സ്റ്റേറ്റിന്റെയും ഡേറ്റ, ഫെഡറൽ സ്റ്റേറ്റുകളുടെയും ഒക്കെ ഡേറ്റ പുറത്തുവിട്ട് കണ്ടാൽ അറിയാം എവിടെയൊക്കെ മറ്റസുഖങ്ങൾ കൂടുതലാണ്. അതായത് പിന്നെ ഒബീസിറ്റി, അമിതവണ്ണം ഉള്ളവരും പ്രമേഹം ഉള്ളവരും ഉള്ളവരും വാക്സിൻ എടുക്കാത്തവരും ഒക്കെ ഉണ്ടോ, അവിടെ ICU അഡ്മിഷൻ നിരക്കുകൾ കൂടുതലാണ്. അവിടെയൊക്കെ ഇപ്പൊ മരണം സംഭവിക്കുന്നില്ല. നമ്മൾ മരണത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും ഈ മാധ്യമത്തിൽ പറയുന്നതിൽ നമുക്കൊരു മനപ്രയാസമുണ്ട്. വാസ്തവത്തിൽ കുറച്ചുകൂടി പോസിറ്റീവായിട്ടാണ് നമ്മൾ ഇപ്പൊ സംസാരിക്കേണ്ടത്. കാരണം ഇതിന് വലിയൊരു സാമൂഹിക മാനസിക വശമുണ്ട്. അത് സ്കൂളുകളെ കുറിച്ച് പറഞ്ഞാലും അതില് നമ്മുടെ മുതിർന്ന പൗരന്മാരെ കുറിച്ച് പറഞ്ഞാലും നമ്മുടെ തന്നെ തൊഴിലുകളെ കുറിച്ച് പറഞ്ഞാൽ, തൊഴിൽ എന്ന് പറഞ്ഞാൽ സർക്കാർ മാത്രമല്ല, ഒരുപാട് ഇപ്പൊ സ്കൂളുകൾ എന്ന് പറഞ്ഞാലും അതിൽ സ്വകാര്യ സ്കൂളുകളുണ്ട്, സർക്കാർ സ്കൂളുകളുണ്ട്, തൊഴിലെടുക്കുന്നവർ ഉണ്ട്, അതിൽ അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സ് ഉണ്ട്, എല്ലാത്തരം തൊഴിലുകളും ചെയ്യുന്നവരുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ചർച്ചകളിൽ കുറച്ചുകൂടി ഒരു എന്താ പറയുന്ന ഒരു അതിന്റെ സാമൂഹിക വശം, അതിന്റെ മാനസിക വശം, തീർച്ചയായിട്ടും അതിന്റെ ശാസ്ത്രീയ വശം അത് വളരെ പ്രധാനമാണ്. ശാസ്ത്രീയ വശം വളരെ പ്രധാനമാണ്. കാരണം അതിന്റെ ഈ കണക്കുകളെ വിശകലനം ചെയ്യുന്നത് തന്നെ ഇതിന്റെ ഒരു റിസ്ക് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ്. കാരണം ഇതിന്റെ ഒരു അപകട സാധ്യതയുണ്ടല്ലോ. അപ്പൊ ഇതില് എല്ലാം കൊണ്ടും പ്രശ്നം എന്ന് നമുക്ക് ഒരിക്കലും സംസാരിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു പ്രശ്നമല്ല. കാരണം ആദ്യത്തെ തരംഗങ്ങളെ നേരിട്ടതിൽ നിന്നും നാം പഠിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. ശാസ്ത്രത്തിന്റെ മുന്നേറ്റത്തിലൂടെ നേടിയ ഒരുപാട് പുതിയ പ്രതിരോധങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഈ പ്രതിരോധത്തെ നമ്മൾ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. ഈ പ്രതിരോധത്തെ, ഈ ഒരു തരംഗത്തെ നേരിടാൻ എങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നു, അതിൽ തന്നെ ആശയവിനിമയം വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതിരോധമാണ്. ഈ അറിവ് എല്ലാവരിലേക്കും എത്തിക്കുക. ഈ സിറ്റുവേഷൻ അനാലിസിസ് ഷുഡ് ഓൾവേസ് എൻഡ് ഓർ അതിന്റെ കൂടെ ചേർത്തിട്ട് ഇതിന്റെ ഒരു പരിഹാരത്തെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ചും വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ഇത്തരം മാധ്യമ ചർച്ചകളിൽ വരുന്നത് വളരെ നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. തിരിച്ചു വരാം. ഡോക്ടർ സുൽഫി, ഏതായാലും അവലോകന യോഗങ്ങൾ ചേരുന്നു. വരും ആഴ്ചയാണ് ഏറ്റവും നിർണായകം, ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ പറയണം. ഏതായാലും നിലവിൽ ഇപ്പോൾ നമുക്ക് ലഭ്യമായ വിവരങ്ങൾ കണക്കിൽ വെച്ച് നോക്കിയാൽ ഒരു പുറത്തിറങ്ങി 4 പേരെ കണ്ടാൽ അതിലൊരാൾക്ക് ഉണ്ടാവാനുള്ള സാധ്യത നല്ല രീതിയിൽ തന്നെ ഉണ്ട്. നമ്മുടെ കണക്കുകളാണ്. ഇപ്പോൾ 65,000 ടെസ്റ്റാണ് ഇന്നലെ നടത്തിയത്. ടെസ്റ്റിൻ്റെ എണ്ണവും കുറവാണ്. പിന്നെ സുൽഫി ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ എൻ്റെ അനിയത്തി ഡോക്ടറുണ്ട്. അവർ പറയുകയാണ് ചിലരോട് ടെസ്റ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ ഞാൻ 2 ഡോസ് എടുത്താൽ എനിക്ക് വരില്ല എന്ന് പറഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്യാതിരിക്കുന്ന ആൾക്കാരുണ്ട്, ലക്ഷണമുള്ള ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഇതിനേക്കാളൊക്കെ എത്രയോ കൂടുതലാണ് എണ്ണം എന്ന് നമുക്കും അറിയാം. പക്ഷേ ഈ പറഞ്ഞ അറിയും ലോക്കലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് തന്നെയാണ് ചോദ്യം. ഈ പറഞ്ഞ നിയന്ത്രണങ്ങൾ വരുമോ, എത്രയാഴ്ചയായിട്ട് നിയന്ത്രിക്കുക, എങ്ങനെയാണ് നിങ്ങൾക്കൊരു അഭിപ്രായം? നിയന്ത്രണങ്ങള് നമുക്ക് ഒരു നിയന്ത്രണങ്ങളും നിയമങ്ങൾ മാത്രം വീഴ്ച എൻഫോഴ്സ് ചെയ്യുന്ന ഒരു രീതി എന്താ പറയാ പൊതുജനാരോഗ്യത്തിന്റെ ഒരു പോളിസിയായി വരാൻ പാടില്ല. പക്ഷെ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ അറിഞ്ഞു ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അത് അതിനെ പരിപൂർണമായിട്ടും ഉൾക്കൊണ്ടുകൊണ്ട് അതിന്റെ ഒരു പോസിറ്റീവ് നയം ഉൾക്കൊണ്ടുകൊണ്ട് നാം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ നിയന്ത്രണങ്ങൾ നമുക്ക് ചെറിയ നിയന്ത്രണങ്ങളിൽ എത്തിച്ചേർന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ടോട്ടൽ ഷട്ട് ഡൗണിലേക്കൊക്കെ നമുക്ക് ചിലപ്പോൾ ഒരു രീതിയിൽ പോകേണ്ടി വന്നേക്കാം. ഇപ്പോഴൊന്നും അല്ല, അപ്പൊ ചിലപ്പോൾ പ്രോബ്ലി ഈ കേസുകളുടെ എണ്ണം ഇതിപ്പോ കേസുകളുടെ മാത്രം അതെ പല കർണാടകയിൽ വീക്കെൻഡ് കർഫ്യൂ ഉണ്ട്, അതുപോലെ നൈറ്റ് കർഫ്യൂ ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളുണ്ട് പല സ്ഥലങ്ങളിലും. അപ്പൊ അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് പോകാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോഴുള്ള നിയന്ത്രണങ്ങൾ വളരെ വളരെ കർശനമായിട്ട് പാലിക്കുകയും അതിനെ പോസിറ്റീവായിട്ട് ഉൾക്കൊള്ളുകയും വേണം. പലപ്പോഴും നമുക്കത് പലരും പലതരത്തിലുള്ള രാഷ്ട്രീയ ചിന്താഗതികളൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ അതിനെല്ലാം നമ്മൾ അതിനെ ഒരു പോസിറ്റീവ് ലൈനിൽ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ സ്വീകരിച്ചുകൊണ്ട് പോകണം. കാരണം ഇതിനെ തീർത്തും നിസ്സാരവൽക്കരിച്ച് പോകുന്ന ഒരു രീതി ഒരിക്കലും ശരിയല്ല. ടെസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ഇതങ്ങ് പനിയായിട്ട് അങ്ങ് പൊയ്ക്കോളും എന്നുള്ള ഒരു ധാരണയിൽ കൂടെ പോകുന്നവരാണ് ധാരാളം പേരും. എങ്കിലും നമ്മളൊരു കരുതൽ നമുക്ക് തീർച്ചയായിട്ടും ആവശ്യമാണ്. കേസുകളുടെ എണ്ണം കൂടുന്നതിന്റെ അളവ്
പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയില് കൊച്ചി, തൃശ്ശൂർ, കാലിക്കറ്റ് പല ജില്ലകളിലൊക്കെ തന്നെ ആശുപത്രികള്, സ്വകാര്യ ആശുപത്രികള് ഒക്കെ തന്നെ മുഴുവനൊന്നും ആയിട്ടില്ല, പക്ഷേ അത് പഴയ രീതിയിലേക്ക് എത്തുന്ന ഒരു ട്രെൻഡ് കാണിക്കുന്നുണ്ട്. പെട്ടെന്ന് ഈ പീക്ക് താഴെ വരികയാണെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമായിരിക്കും, പക്ഷെ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ കടന്നു പോകാൻ പറ്റുമായിരിക്കും. അപ്പൊ നിയന്ത്രണങ്ങൾ പാലിക്കുകയും അത് സ്വീകരിക്കുകയും വേണം. അതോടൊപ്പം തന്നെ ധാരാളം ആൾക്കാർ വീടുകളിൽ ചികിത്സിക്കുന്ന ഒരു രീതിയിലേക്ക് ഉണ്ട്, വീടുകളിൽ ഇരിക്കുന്നവരുണ്ട്. അപ്പൊ അവര് ഒരു അപകടം എന്താ വെച്ചാല് ഇനി ചെറിയ പനിയാണല്ലോ അല്ലെങ്കിൽ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉള്ളൂ, ഞാൻ വീട്ടിലിരിക്കുമ്പോൾ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകില്ലല്ലോ എന്ന് പറയുമ്പോൾ അവിടെ ചില കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് വീട്ടിലിരിക്കുമ്പോൾ തന്നെ നമുക്കറിയാം, നമുക്ക് കഴിഞ്ഞ തവണത്തെ തരംഗത്തിലൊക്കെ തന്നെ വീട്ടിലുള്ള ചികിത്സയിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതിന്റെ ഡേഞ്ചർ സിഗ്നൽസ് മനസ്സിലാക്കുകയും അല്ലെങ്കിൽ റെഡ് ഫ്ലാഗ് സൈൻസ് മനസ്സിലാക്കുകയും അത്തരം ആൾക്കാരെ ആശുപത്രിയിൽ എത്തുകയും ഒരു സ്വയം നിരീക്ഷണം ചെയ്യുകയും വീടിനകത്ത് തന്നെ മുൻകരുതലുകൾ കർശനമായിട്ട് പാലിച്ചു പോവുകയും വേണം. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബേസിക്കലി പനിയുള്ള ഒരാള് കോവിഡ് ആണെന്ന് സ്വയം ധരിക്കുക, അൺലെസ് ആൻഡ് അണ്ടിൽ പ്രൂവ്ഡ് അതർവൈസ് പനിയാണെന്ന് കോവിഡ് ആണ് എന്നുള്ള ഒരു ധാരണയിൽ തന്നെ ഡോക്ടർമാർ, ആരോഗ്യ പ്രവർത്തകരൊക്കെ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പബ്ലിക്കും ആ ഒരു ലൈനിൽ അതിനെ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. പനി മാത്രമല്ല തോന്നുന്നു ഡോക്ടറെ. ഇപ്പൊ ഇന്നലെ എൻ്റെ ഒരു സുഹൃത്ത് നല്ല തലവേദനയായിരുന്നു 2 ദിവസം, ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പോയപ്പോൾ പോസിറ്റീവാണ്, അദ്ദേഹത്തിന് പനിയില്ല. അപ്പോൾ എന്തൊക്കെ ലക്ഷണങ്ങൾ എന്നുള്ളതിലും നമുക്ക് ചിലപ്പോൾ മാറി വന്നേക്കാം അല്ലേ? ഇല്ല, രോഗലക്ഷണങ്ങളിൽ പ്രകടമായ വ്യത്യാസമൊന്നുമില്ല. ഇപ്പൊ ഒമിക്രോൺ വേരിയന്റ് ആണെങ്കിലും ചില പഠനങ്ങളിൽ ഒമിക്രോൺ വേരിയന്റിൽ ഒരു അല്പ വ്യത്യാസമൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ പോലും മെയിൻലി ക്ലിനിക്കൽ ഫീച്ചേഴ്സിൽ മേജർ ഡിഫറൻസ് ഒന്നുമില്ല. പനി, ചുമ, മൂക്കൊലിപ്പ്, തൊണ്ടവേദന, തലവേദന, ശരീരവേദന, ക്ഷീണം വളരെ പ്രൊമിനന്റ് ആയിട്ട് കാണപ്പെടുന്ന സിംറ്റംസ്, ഇങ്ങനെയുള്ള ചില നമുക്ക് കോവിഡിനെ അറിയാവുന്ന എല്ലാ രോഗലക്ഷണങ്ങളും ഇതിനകത്ത് ഉണ്ട്. പക്ഷെ എങ്കിലും ക്ഷീണവും ശരീരവേദനയും മൂക്കൊലിപ്പും ഒക്കെ കൂടുതലായിട്ട് ഒമിക്രോണിൽ കാണുന്ന ചില പഠനങ്ങൾ പറയുന്നുണ്ട്. അതൊരു വലിയ പഠനമൊന്നും അല്ല, അതുകൊണ്ട് തന്നെ അതിന് പരിപൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ കഴിയില്ല. അതുകൊണ്ട് രോഗലക്ഷണങ്ങൾ പനി മാത്രമായിട്ട് എടുക്കാൻ പറ്റില്ല. പലരും എഫിബ്രയിലാണ്, പനി ഒട്ടുമേ കാണാറില്ല, ഒരു അല്പം ക്ഷീണം മാത്രമായിരിക്കുന്നവരും പോസിറ്റീവായി വരുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഇത്തരം രോഗലക്ഷണങ്ങൾ ഏതെങ്കിലും ഒന്നൊക്കെ തന്നെ കാണുവാണെങ്കിലും തൽക്കാലം കോവിഡ് ആണെന്ന് പറയാം. 7 ദിവസത്തെ ക്വാറന്റൈൻ ആണ് സർക്കാർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമുക്കൊരു ഏറ്റവും കുറഞ്ഞത് ഒരു 5 ദിവസമെങ്കിലും പുറത്തു പോകാതെ ഇരിക്കുന്ന ഒരു രീതിയിലേക്ക് എത്തണം. ഒമിക്രോൺ വളരെ പെട്ടെന്ന് വ്യാപിക്കുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ 1-2 ദിവസങ്ങൾ കൊണ്ട് പെട്ടെന്ന് രോഗലക്ഷണങ്ങൾ പോവുകയും അതിന്റെ ഇൻഫെക്ടിവിറ്റി ഒക്കെ കുറഞ്ഞിരിക്കുകയും ചെയ്തേക്കാം. 7 days ആണ് ഐഡിയൽ. മിനിമം ഒരു 5 days എങ്കിലും നമ്മുടെ വീട്ടിലിരിക്കുന്ന ഒരു രീതി സ്വീകരിക്കണം. ചില പഠനങ്ങളിൽ 5 ദിവസം ഇരിക്കുന്നവർക്ക് പിന്നീട് രോഗം പകർന്നു നിൽക്കുന്ന ഒരു രീതിയൊക്കെ കാണുന്നുണ്ട്. പക്ഷെ ഡെഫിനറ്റ്ലി ഈ രോഗലക്ഷണങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോസിറ്റീവ് ആയിട്ട് എടുക്കുക, കഴിയുമെങ്കിൽ ടെസ്റ്റ് ചെയ്യുക. ഒരു പക്ഷേ ടെസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും പുറത്തു പോകരുത്, മറ്റൊരാളിന് രോഗം കൊടുക്കരുത്. വീട്ടിനുള്ളിലാണെങ്കിലും പുറത്താണെങ്കിലും മറ്റൊരാളിന് രോഗം കൊടുക്കരുത്. അതുപോലെയുള്ള സ്വയം നിരീക്ഷണത്തിലെ കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. എങ്കിലും അത് ഒന്നുകൂടെ സംശയ നിവാരണം വരുത്തിയിട്ട് അത് നമ്മൾ കൃത്യമായി പാലിച്ചു പോവുകയും ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ വീട്ടിലുള്ള മുതിർന്നവർക്കോ അല്ലെങ്കിൽ മറ്റ് അസുഖമുള്ള ആൾക്കാർക്കോ ഒക്കെ നമുക്ക് ആ രോഗം പകർന്നു കൊടുക്കാതെ നോക്കണം. നമുക്ക് അറിയാലോ, പൾസ് ഓക്സിമീറ്റർ ഉപയോഗിക്കുന്ന രീതി നമുക്കറിയാം. വാർണിംഗ് സിഗ്നൽസ് അത് നമ്മൾ വേണമെങ്കിൽ ഒരുമിച്ച് എല്ലാവർക്കുമായിട്ട് നമുക്ക് മീഡിയ എല്ലാവരിലും എത്തിച്ചു കൊടുക്കേണ്ടതാണെന്ന് തോന്നുന്നു. ഒരുപക്ഷെ നമ്മുടെ കേസുകളുടെ എണ്ണം ധാരാളം ആൾക്കാർ വീട്ടിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ശക്തമായ ശ്വാസം മുട്ടൽ വരിക, ബോധക്ഷയം ഉണ്ടാവുക, ദേഹത്ത് നീലനിറം വരിക, നെഞ്ചിടിപ്പ് കൂടുക, നെഞ്ചുവേദന വരിക, അത്തരം ഡേഞ്ചർ സിഗ്നൽസ് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ പോകേണ്ടതാണ് എന്നുള്ളത് നാം പ്രാഥമികമായിട്ട് മനസ്സിലാക്കുകയും പൾസ് ഓക്സിമീറ്റർ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഓക്സിജൻ സാച്ചുറേഷൻ 94-ന് താഴെ പോകുന്നില്ല എന്ന് ഉറപ്പാക്കുക, നാഡീമിടിപ്പ് 90-ന് മുകളിലല്ല എന്ന് ഉറപ്പാക്കുക. ഒരു പക്ഷേ നടന്നതിന് ശേഷം ഒരു 6 മിനിറ്റ് നടന്നതിന് ശേഷം 3%-ലധികം ഓക്സിജൻ സാച്ചുറേഷൻ താഴ്ന്നില്ല എന്ന് ഉറപ്പാക്കുക. അതോടൊപ്പം തന്നെ ഏറ്റവും ഒരു പക്ഷേ പൾസ് ഓക്സിമീറ്റർ കിട്ടിയില്ലെങ്കിൽ ബ്രെത്ത് ഹോൾഡിംഗ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്. അതായത് നമുക്ക് നല്ലവണ്ണം ഉള്ളിലേക്ക് ശ്വാസം വലിച്ചു വെച്ചിട്ട് ഒരു 25 വരെ എണ്ണുന്നത് വരെ നമുക്ക് ശ്വാസം പിടിച്ച് വെക്കാൻ പറ്റുമോ എന്ന് നോക്കുക. ഒരു പക്ഷേ അത്രയും പിടിക്കാൻ ഒരു 15 സെക്കൻഡിന് താഴെ മാത്രമേ നമുക്ക് പറ്റുന്നുള്ളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആശുപത്രിയിൽ പോവുക. ഈ കരുതലുകളൊക്കെ നമ്മൾ എടുത്തുകൊണ്ട് N95 മാസ്ക് വളരെയധികം പ്രൊട്ടക്ഷൻ നൽകുന്നു എന്ന് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഒമിക്രോണിന്റെ കാര്യത്തിലൊക്കെ തന്നെ N95 മാസ്ക് തന്നെ ധരിക്കുന്ന ഒരു ശീലമുണ്ടാക്കി മുന്നോട്ട് പോവുക. നിയന്ത്രണങ്ങൾ പാലിക്കണം രാഷ്ട്രീയത്തിന് അതീതമായി. അതാണ് അതിന്റെ ഒരു ബോട്ടം ലൈൻ. യെസ്, ഡോക്ടർ പത്മനാഭ ഷെനായി കൂടി ഈ ഘട്ടത്തിൽ ചേരുന്നു. ശ്രീ ഷെനായി ഡോക്ടർ, ഇപ്പോൾ ഡോക്ടർ സുൽഫിയാണ് അദ്ദേഹം വീട്ടിലിരിക്കുന്നവർ കൂടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞത്. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യവുമാണ്. താങ്കൾ ഓരോ വേവും കൃത്യമായി താങ്കൾ നിരീക്ഷിച്ചാണ് പഠിച്ചതാണ്. ഈ വേവിനെ താങ്കൾ എങ്ങനെ കാണുന്നു? ഈ വേവില് കേസുകൾ വളരെ കൂടും, അതിൽ സംശയമൊന്നുമില്ല. അപ്പൊ കേസുകൾ കൂടുന്നത് കണ്ട് നമ്മൾ പേടിക്കാതിരിക്കുക, പക്ഷെ നമ്മൾ ജാഗ്രതയോടെ മുന്നോട്ട് പോകണം. കാരണം കേസിന്റെ മുകളിൽ പോയി എവിടം വരെ എത്തുന്നു എന്നുള്ളതാണ് നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത്. കേസുകൾ ഒരു പരിധി വരെ കൂടും, ഡെഫിനറ്റ്ലി കൂടും. ഒരു 30,000-40,000 ആകും നമ്മൾ ടെസ്റ്റുകൾ ചെയ്യുകയാണെങ്കിൽ. ടെസ്റ്റുകൾ ചെയ്തില്ല നമുക്ക് ആക്ച്വലി എത്രയാണെന്ന് അറിയില്ല, പക്ഷേ ഡെഫിനറ്റ്ലി കേസുകൾ ഡെൽറ്റയിലുള്ളതിനേക്കാൾ കേസുകൾ കൂടാൻ തന്നെയാണ് സാധ്യത. പക്ഷേ നേരത്തെ ഡോക്ടർ സുൽഫിയും പറഞ്ഞല്ലോ, ഇതില് ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം പറയുന്നത് ഒരു മണമില്ലായ്മ ഇല്ല.
എല്ലാം മണം പോകുന്നില്ല. നേരത്തെ ഡെൽറ്റയിലേക്ക് നമുക്കറിയാം മണം കുറെ ആളുകൾക്ക് മണം പോകുന്നുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ലക്ഷണം ഇത്തവണ കാണുന്നില്ല. അതുപോലെ തൊണ്ടവേദന കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഇതാണ് ചെറിയൊരു വ്യത്യാസമാണ്. ഡോക്ടർ സുൽഫി അത് പറഞ്ഞിരുന്നു. അപ്പോ ഈ വേവിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ കുറെ ആളുകൾ ബാധിക്കുന്നുണ്ടെങ്കിലും ഒരു തീവ്ര ലക്ഷണങ്ങൾ, അതായത് അസുഖം തീവ്രമാകുകയും ICU അഡ്മിഷൻസും ഹോസ്പിറ്റൽ അഡ്മിഷൻസും കുറച്ചുകൂടി കുറവാണ്. അപ്പോൾ കേസുകൾ ഫോർ എക്സാമ്പിൾ നേരത്തെ ഡെൽറ്റ വേവിൽ 100 പേരിൽ ഒരു 3 പേർക്ക് അസുഖം തീവ്രമാകുന്നുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത് സംഭവിച്ചുകൊണ്ടിരിക്കും ചിലപ്പോൾ 100 പേരിൽ ഒരാൾക്കായിരിക്കും. അതായത് 30%, ഒരു 70%ഓളം തീവ്രത കുറവാണ് ഈ വേവിന്. എസ്പെഷ്യലി 2 ഡോസ് വാക്സിൻ എടുത്തവര്, നേരത്തെ അസുഖം വന്നു പോയവര്, ഇവർക്കെല്ലാം റീഇൻഫെക്ഷൻ വളരെ കോമൺ ആണ് ഈ വേവില്. അതുകൊണ്ട് ഇവർക്കെല്ലാം അസുഖം വരുമ്പോൾ തീവ്രത കുറച്ച് കുറഞ്ഞു തന്നെയാണ് കാണുന്നത്. പക്ഷെ പ്രശ്നം എന്താണ്, നമ്മൾ വളരെ കൂടുതൽ പേഷ്യൻസിന് ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ 50,000 കേസൊക്കെ ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റും, നമ്മുടെ ഹോസ്പിറ്റലിൽ സ്ട്രെയിൻ വരാൻ സാധ്യതയുണ്ട് കുറച്ച് കൂടുതൽ. കാരണം ഇതിന്റെ ഒരു ചെറിയ പെർസെന്റേജ്, വലിയ നമ്പറിന്റെ ഒരു ചെറിയ പെർസെന്റേജും ഒരു വലിയ നമ്പർ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നേരത്തെ 30,000 ആയപ്പോഴാണ് നമ്മുടെ ഹോസ്പിറ്റലുകളിൽ ബെഡുകളിൽ പ്രശ്നം വന്നെങ്കിൽ ഇതിൽ ചിലപ്പോൾ 50,000 കേസൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നം ഉണ്ടാകത്തുള്ളൂ. പക്ഷെ 50,000 കേസ് വരാനുള്ള ചാൻസ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഇപ്പോൾ ടെസ്റ്റ് പോസിറ്റിവിറ്റി നോക്കുമ്പോൾ 30% അടുക്കുന്നുണ്ട്. കേരളത്തിലെ പല ജില്ലകളും 30% മുകളിലാണ്. അതിന്റെ അർത്ഥം ആവശ്യത്തിന് ശരിക്കും കൂടുതൽ ടെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ തന്നെ കേരളത്തിൽ ഒരു 25,000 30,000 ടെസ്റ്റുകൾ, 30,000 കേസ് ഒരു ദിവസം ഉണ്ടായിരുന്നിരിക്കണം. അപ്പോൾ ഈ ഒരു മുകളിലോട്ടുള്ള പോക്ക് കേരളം തുടങ്ങിയിട്ട് 2, 3, 4 ദിവസം ആകുന്നേ ഉള്ളൂ. അങ്ങനെ പോയി കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ചയും ഈ ആഴ്ചയായിട്ട് നോക്കുമ്പോൾ 11% ടെസ്റ്റ് പോസിറ്റിവിറ്റി കൂടിയിരിക്കുന്നത്. കേസുകളുടെ എണ്ണത്തിൽ 3.5-4 ഇരട്ടിയോളമായി. 3000-ലുള്ളത് ഇപ്പോൾ ഒരു 15,000 16,000 മുകളിലോട്ട് പോകുന്നു. അപ്പൊ ഇതെല്ലാം കാണിക്കുന്നത് അടുത്ത ഒരാഴ്ചയിൽ ഡെഫിനറ്റ്ലി സ്റ്റീപ്പായിട്ട് കേസുകൾ കൂടും. ആ കേസുകൾ റാമ്പന്റ് ആയിട്ട് കൂടിക്കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയ ഡേഞ്ചർ ഹെൽത്ത് കെയർ വർക്കേഴ്സിനെ ഇത് അഫക്ട് ചെയ്യുമ്പോൾ ഹോസ്പിറ്റലിൽ ഇപ്പൊ തന്നെ പല ഹോസ്പിറ്റലിലും ഡോക്ടേഴ്സ് അഫക്റ്റഡ് ആകുന്നുണ്ട്. ഇന്ന് രാവിലെ റൗണ്ട്സിന് പോയപ്പോൾ ഞാൻ ഒരു ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടർ പറയുന്നത് കേട്ടു, 3-4 പേർക്ക് ഇന്ന് രാവിലെ തന്നെ കൺഫേം ചെയ്യുന്നുണ്ടായി വേറൊരു ഹോസ്പിറ്റലിൽ. അപ്പോൾ ഈ ഡോക്ടേഴ്സിന്റെ ഗ്രൂപ്പ്സിലെല്ലാം വളരെയധികം ആളുകൾ പോസിറ്റീവ് ആകുന്നുണ്ട്. മെഡിക്കൽ കോളേജിലും പലയിടങ്ങളുണ്ട്. അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്ത് പറ്റും, അവിടെ ചികിത്സിക്കാനുള്ള ആളുകളുടെ എണ്ണം കുറയും. അതൊരു ഡേഞ്ചറാണ്. രണ്ടാമത്തെ കാര്യം, കുറെ ആളുകൾ ഒരുമിച്ച് ഇൻഫെക്റ്റഡ് ആകുമ്പോൾ അതിൽ കുറച്ച് ആളുകൾ സിക്ക് ആകും. എസ്പെഷ്യലി അവർക്ക് ന്യൂമോണിയ ഒക്കെ വന്നില്ലെങ്കിലും വയറിളക്കം ഉണ്ടാകുക, തലകറങ്ങി വീഴുക, അതിയായ ക്ഷീണം ഉണ്ടാകുക, കിഡ്നിക്ക് അസുഖമുള്ളവർക്ക് പ്രശ്നം ഉണ്ടാകുക. അങ്ങനെ അവർ ചെറിയൊരു ട്രീറ്റ്മെന്റ് മതിയാകും. പക്ഷെ അത് ട്രീറ്റ് ചെയ്യാനുള്ള ഡോക്ടേഴ്സിന്റെയും നഴ്സസിന്റെയും എണ്ണത്തിൽ ഒരു കുറവ് വരാനും സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് വേണം പ്ലാൻ ചെയ്യാൻ. മാത്രമല്ല ടോട്ടൽ നമ്പറിന് പകരം എത്ര പേര് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നു ഓരോ ദിവസവും, വെന്റിലേറ്ററി കപ്പാസിറ്റി എങ്ങനെ പോകുന്നു തുടങ്ങിയ കാര്യങ്ങൾ ഒരു കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്തിട്ട് വേണം നമ്മൾ ഡിസിഷൻ. ഇപ്പൊ താങ്കളടക്കമുള്ള വിദഗ്ധരെ തന്നെ പ്രതീക്ഷിക്കുന്നു ഒരു 30,000 അടുത്തേക്ക് പോയേക്കാം. അത് മുന്നിൽ കണ്ടുള്ള ഒരുക്കങ്ങളൊക്കെ നമ്മൾ ഏകദേശം ആ രീതിയിൽ തന്നെയാണ് പോകുന്നത്. എന്താണ് താങ്കളുടെ ഒരു അനുഭവം? എനിക്ക് തോന്നുന്നു നമുക്ക് 2ാം തരംഗത്തിനെ നേരിട്ട് പരിചയമുള്ളൊരു നമ്മുടെ ഒരു അഡ്മിനിസ്ട്രേഷൻ ആണ് നമുക്ക് മുമ്പിലുള്ളത്. ഇപ്പോഴും ഹോസ്പിറ്റൽ അഡ്മിഷൻസ് കൂടി തുടങ്ങിയിട്ടില്ല. അടുത്തൊരാഴ്ചയിലാണ് നമ്മളത് പ്രതീക്ഷിക്കുന്നത്. ഹോസ്പിറ്റൽ അഡ്മിഷൻ മുകളിൽ പോകുമോ ഇല്ല എന്നുള്ളത് അടുത്ത 1-2 ആഴ്ചക്കുള്ളിൽ നമുക്ക് അറിയാൻ സാധിക്കും. എങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു വലിയൊരു ഓവർവെൽമിംഗ് ആയിട്ട് ഹോസ്പിറ്റൽ ബെഡ്സ് കിട്ടാതെ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരില്ല എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പക്ഷേ നമ്മൾ മുന്നൊരുക്കങ്ങൾ നടത്തണം. വി ഹാവ് ടു പ്രിപ്പയർ ഫോർ ദ വേഴ്സ്റ്റ്. ഡെഫിനറ്റ്ലി നമ്മൾ മുന്നൊരുക്കങ്ങൾ നടത്തണം. അതിൽ എവിടെയൊക്കെ ബെഡ് അവൈലബിൾ ആണ്, കോവിഡ് ബെഡ് അലോട്ട് ചെയ്ത് തുടങ്ങണം. അലോക്കേറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് ആ ഒരു റാൻഡം അതിന്റെ ഒരു ഡൈനമിക് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കണം എവിടെയാണ് ബെഡ് ഉള്ളത് എന്നുള്ളത് പൊതുജനങ്ങൾ കൂടി വിഷ്വലൈസ് ചെയ്യുന്ന തരത്തിൽ ഓരോ ഹോസ്പിറ്റലും അലോക്കേറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് നമ്മൾ പ്രിപ്പയർ ഡെഫിനറ്റ്ലി ചെയ്യണം. സാറ് തിരക്കിലാണെന്ന് അറിയാം. നല്ലൊരു കാര്യം കൂടി, ഈ വേഗത്തിൽ വരുന്ന വേഗം ഇറങ്ങിപ്പോവും എന്നൊക്കെ ചിലർ പറയുന്നു. എന്താണ് അതിൻ്റെ ഒരു ശാസ്ത്രീയത? സത്യമാണ്. കാരണം ഈ ഒരു ഒമിക്രോൺ ലോകത്തെല്ലായിടത്തും വളരെ പെട്ടെന്ന് മുകളിലോട്ട് പീക്കിലോട്ട് പോകും. അത് കഴിഞ്ഞ് വളരെ പെട്ടെന്ന് താഴത്തോട്ട് വരും. കാരണം ഡെൽറ്റയൊക്കെ നമുക്കറിയാം 3-4 മാസങ്ങൾ നീണ്ടു നിന്ന വേവായിരുന്നു. ഇതങ്ങനെ ആയിരിക്കില്ല. നമ്മൾ ആരോഗ്യവകുപ്പ് ഇപ്പോഴും ഡെൽറ്റയാണ് പ്രധാന പഠനം പറയുന്നത്. എനിക്കറിയില്ല. അതിന്റെ പ്രശ്നം നമ്മൾ ശാസ്ത്രീയതയെ കുറച്ചുകൂടി കാണണം. അത് കാര്യം എന്ന് വെച്ചാൽ ഡെൽറ്റ ആണെന്ന് ആരും വിശ്വസിക്കുന്നില്ല. ഇപ്പൊ തന്നെ ഇന്ന് തന്നെ പല സ്ഥലങ്ങളിൽ നിന്നും റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അവിടെ ഇപ്പൊ കോഴിക്കോട് നിന്ന് ഒരു റിപ്പോർട്ട് വരുന്നുണ്ടായി. അത് കാരണം അവിടെ അനലൈസ് ചെയ്ത സാമ്പിളിൽ 100 എണ്ണത്തിൽ 60 മുകളിൽ ഒമിക്രോൺ ആണ്. അപ്പൊ ഇതിന്റെ പ്രശ്നം നമ്മൾ ചെയ്യുന്ന ജനിതക സാമ്പിളിൽ വളരെ കുറച്ചേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഇന്നലത്തെ തന്നെ ജനിതക സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഒമിക്രോൺ 49-50 എന്ന് പറഞ്ഞ എല്ലാ മാധ്യമങ്ങളിലും വരുന്നുണ്ട്.
പക്ഷെ അതിൽ ടെസ്റ്റ് ചെയ്ത ആരാണ്? പുറത്തുനിന്ന് വരുന്ന 100-150 പേർക്ക് മാത്രമേ നമ്മൾ ടെസ്റ്റ് ചെയ്തു. അത് തന്നെയാണ് ഞാൻ ചോദിക്കാൻ കാരണം. നമ്മൾ ശരിക്കും ശ്രേണീകരണത്തിന് അയക്കുന്നുണ്ടോ കൃത്യമായ എണ്ണം? അല്ലെങ്കിൽ അയക്കുന്നില്ല. ഇല്ല, പോരാ. വളരെ കൂടുതൽ. അറ്റ്ലീസ്റ്റ് ഇപ്പോ അമേരിക്കയിലും UK യിലും ഒക്കെ 10% അയക്കുന്നുണ്ട്. 10% വെച്ചാൽ നമ്മൾ കേരളത്തില് ഒരു 1500 സാമ്പിളൊക്കെ ഡെയിലി അയക്കണേ. ഇപ്പോ അത് അയക്കുന്നില്ല. നമ്മൾ 100-150 സാമ്പിൾ പോലും ഇപ്പോൾ ചെയ്യുന്നില്ല ഒരു ദിവസം. അത് തന്നെ ചെയ്തത് 5 ദിവസത്തിന് ശേഷമാണ് റിപ്പോർട്ട് കിട്ടുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ തിങ്കളാഴ്ചത്തെയാണ്. അത് തന്നെ കൂടുതലും ചെയ്യുന്നത് പുറത്തുനിന്ന് വരുന്ന ആളുകളിലും അവരുമായിട്ട് സമ്പർക്കത്തിൽ വന്നവരാണ്. അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ സമൂഹത്തില് ഓരോ ജില്ലയിൽ നിന്നും 100-150 200 വെച്ച് എടുത്തുകൊണ്ട് അത് ശ്രേണീകരണത്തിന് വിധേയമാക്കിയാൽ മാത്രമേ എത്ര ശതമാനം ഒമിക്രോൺ ഉണ്ടെന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ. ഡെൽറ്റ കൊണ്ടാണ് ഈ 16,000-17,000 വരുന്നതെങ്കിൽ നമ്മുടെ ക്രൈസിസ് കൂടുതൽ ബുദ്ധിമുട്ടാകാനാണ് സാധ്യത. കാരണം ഡെൽറ്റ തീവ്രമായ വൈറസാണ്. അപ്പൊ നമ്മൾ കൂടുതൽ കരുതണം. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്. ഒമിക്രോൺ മൈൽഡ് ആണ്, ഡെൽറ്റ സിവിയർ ആണ്. അപ്പൊ ഡെൽറ്റ കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇന്നും 65-70% ഒമിക്രോൺ തന്നെ ആയിരിക്കും. അത് ഡെൽറ്റ എന്ന് നമ്മൾ വിചാരിക്കുന്നത് ശ്രേണീകരണം കറക്റ്റായിട്ട് ജനറ്റിക് മാപ്പിംഗ് കറക്റ്റായിട്ട് നടക്കാത്തത് കൊണ്ടാണെന്നാണ് എന്റെ വിശ്വാസം. നമ്മൾ തുടരുന്നു. ഡോക്ടർ പി സിന്ധു ഈ ഘട്ടത്തിൽ നമ്മളോട് കൂടെ ചേരുന്നു. മാഡം, ഇപ്പോൾ വിദഗ്ധരായ ഡോക്ടർമാരൊക്കെ പറഞ്ഞതുപോലെ, അല്പം സുൽഫി ആവട്ടെ, ഡോക്ടർ ഷെനായി ആവട്ടെ, അവർ പറഞ്ഞ പോലെ ഈ പറയുന്നതിനേക്കാളും കൂടുതലായിരിക്കാം, അല്ലെങ്കിൽ വന്നതിനേക്കാളും കൂടുതലായിരിക്കാം കണക്കുകൾ എന്നൊക്കെ ഉള്ള യാഥാർത്ഥ്യം നമുക്കുമുണ്ട്. പക്ഷേ ഇതിൽ വേറൊരു കാര്യം കൂടി ഉള്ളത്, പലർക്കും നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ 2 ഡോസ് വാക്സിൻ എടുത്തതാണ്, അതുകൊണ്ട് മൈൽഡായിട്ടേ വരുന്നുള്ളൂ, അതുകൊണ്ടൊരു ലാഘവത്വം പൊതുവിലുണ്ട്. ഈ വല്ല ഒരു പനി വന്നു കഴിഞ്ഞാലും വീട്ടിൽ തന്നെ ഇരിക്കാം എന്ന് വിചാരിക്കുന്നവർ, അങ്ങനെ വേറെ അസുഖങ്ങളില്ലെങ്കിൽ അത് തന്നെയാണ് നല്ലത്. പക്ഷേ മാഡം, ഈ വന്ന് പോയതിനു ശേഷം, ഈ കോവിഡ് വന്നു പോയതിനു ശേഷം പലരിലും ഉണ്ടാകുന്ന ശാരീരിക മാറ്റങ്ങൾ, പ്രത്യേകിച്ച് ഈ ഷുഗറൊക്കെ ഉള്ളവർക്ക്, എങ്ങനെയാണ് താങ്കളുടെ അനുഭവത്തിൽ ഉണ്ടായിട്ടുള്ളത്? അവർക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ ഈ വന്നു പോയതിനു ശേഷം മറ്റ് അസുഖങ്ങളുള്ളവർ? കേരളത്തിൽ നമ്മൾ വളരെ അധികം ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം നമ്മുടെ മറ്റു രോഗാതുരതയാണ്, പ്രത്യേകിച്ചും പ്രമേഹം. 18 വയസ്സിന് മുകളിലുള്ളവരിൽ ഒരു 30% പേർക്ക് പ്രമേഹവും 35-40% ചില ജില്ലതിന് ചെറുക്ക വ്യത്യാസമുണ്ട് എങ്കിൽ പോലും ഏതാണ്ട് 1/3 പേർക്കെങ്കിലും പ്രമേഹവും അതിലധികം പേർക്ക് രക്താതിസമ്മർദ്ദവും കുറേയേറെ പ്രമേഹത്തിന്റെ തന്നെ കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള വൃക്കരോഗം അങ്ങനെയുള്ള പ്രശ്നങ്ങളും ഉള്ള ധാരാളം ആളുകൾ നമ്മളോടൊപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നമ്മൾ പ്രധാനമായും ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ അത്തരത്തിലുള്ള അസുഖങ്ങളെ നിയന്ത്രണ വിധേയമാക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മളുടെ ആ ഒരു പ്രഷർ നമ്മൾ നോക്കണം, നമ്മുടെ ഷുഗർ നമ്മൾ നോക്കണം, ഇതൊക്കെ കൺട്രോൾഡ് ആയിരിക്കണം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ഡെൽറ്റയിലൊക്കെ കൂടുതൽ പേരും ICU യൂണിറ്റിൽ വന്നു, ഓക്സിജൻ വേണ്ടി വന്നു. അപ്പൊ അത്തരത്തില് ക്രിട്ടിക്കൽ കെയറിലേക്ക് വന്ന അല്ലെങ്കിൽ ആ ഒരു ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ചികിത്സ വേണ്ടി വന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നേരത്തെ തന്നെ പ്രമേഹം തുടങ്ങിയ മറ്റസുഖങ്ങൾ ഉള്ളവരിൽ വരുന്ന മറ്റു പ്രശ്നങ്ങൾ, കാരണം ഇത് ആരോഗ്യ സംവിധാനത്തിനകത്തേക്ക് വരുമ്പോൾ ഒരു അഡ്മിഷൻ എന്ന് പറയുന്നത് ഏതാണ്ട് അഡ്മിഷൻ തന്നെയാണ്, കാരണം അതൊരു ബെഡ് ഒക്കുപ്പൻസിയാണ്. അപ്പൊ ഓക്സിജൻ വേണ്ടി വരുന്നവരുടെ എണ്ണത്തിൽ കുറവാണ്. നമ്മളിപ്പോ ഒരു ചർച്ച തുടങ്ങിയപ്പോ സൗത്ത് ആഫ്രിക്കയിലെ കാര്യം വെച്ചിട്ടാണല്ലോ തുടങ്ങിയത്. സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് തന്നെയുള്ള ഡേറ്റ നോക്കുകയാണെങ്കിൽ 73% അതിന്റെ അത്തരത്തിലുള്ള സിവിയറിറ്റി, അതായത് ആശുപത്രിയിൽ വന്നിട്ട് പിന്നെ അപ്പൊ ഡെൽറ്റ ഡോമിനന്റ് പീരീഡ്, ഡെൽറ്റ കൂടുതലുണ്ടായിരുന്ന ഒരു സമയത്തെ ആശുപത്രി അഡ്മിഷന്റെ അല്ലെങ്കിൽ ആശുപത്രിയുടെ ഡേറ്റ വെച്ച് നോക്കുമ്പോൾ 73% കുറവാണ് ദക്ഷിണാഫ്രിക്കയിലെ ഇത്തരത്തിലുള്ള ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്നവരുടെ, ആശുപത്രിയിൽ വന്നിട്ട് ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്നവർ. അത് നേരത്തെ മറ്റു വേരിയന്റുകളെയൊക്കെ വെച്ചിട്ട് അത് കുറവാണ്. പക്ഷെ അങ്ങനെ പറയുമ്പോൾ പോലും മറ്റ് അസുഖങ്ങൾ ഉള്ളവരിൽ ഉള്ള ആശുപത്രി അഡ്മിഷൻ നിരക്ക്, ഞാൻ അതുകൊണ്ടാണ് പലപ്പോഴും ഈ USA ഒരു കണക്ക് പറയുന്നത്. USA പല ഇത്തരത്തിൽ യൂറോപ്പിലും USA ഈ 2 ലോകാരോഗ്യ സംഘടനയുടെ മേഖലകളിലുമാണ് ഈ കഴിഞ്ഞ ആഴ്ചകളിൽ ഏറ്റവും കൂടുതൽ കേസുകളുടെ കയറ്റം ഒമിക്രോൺ തരംഗത്തിൽ സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ അതില് USA നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്തരത്തില് മറ്റു രോഗാതുരത ഉള്ള ആ ഒരു പോപ്പുലേഷൻ അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്ത് കുറച്ചുകൂടി ആശുപത്രി അഡ്മിഷൻ നിരക്കും കുറച്ചുകൂടി സങ്കീർണതകളും കൂടുതലാണ്. അപ്പൊ കേരളത്തിൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, അതുകൊണ്ട് തന്നെ ഇതൊരു നമുക്ക് 2 ഡോസ് വാക്സിൻ എടുത്തതല്ലേ ഒരു സംരക്ഷണം കിട്ടില്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും കിട്ടും. ആ സംരക്ഷണം ബ്രേക്ക് ത്രൂ ഇൻഫെക്ഷൻ നമ്മൾ പറഞ്ഞാൽ 2 ഡോസ് വാക്സിൻ എടുത്തവർക്കും വരാൻ പറ്റുന്നത്, അത് നേരത്തെയുള്ള ജനിതക വ്യതിയാനങ്ങളെക്കാൾ ഒമിക്രോണിന് കൂടുതലാണ്. 2 ഡോസ് വാക്സിൻ എടുത്താലും നമുക്ക് വരാൻ പറ്റും. അതുകൊണ്ട് വന്ന് പൊക്കോട്ടെ എന്നുള്ള ചിന്തയുടെ ഒരു പ്രശ്നം, അതുകൊണ്ട് നമ്മൾ വീട്ടിലിരിക്കണം എന്നല്ല, അതുകൊണ്ട് നമ്മൾ മാസ്ക് വെച്ച് പുറത്ത് പോകണം. കാരണം നമുക്ക് വന്നാൽ ഇതൊരു ചങ്ങലയാണല്ലോ. നമ്മളിപ്പോ എന്നിൽ നിന്ന് ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് അതൊരു ചങ്ങല പോലെ വന്നാൽ ആ ചങ്ങലയില്
ദുർബലമായ കണ്ണികൾ ആകാൻ സാധ്യതയുള്ളവർ നമ്മളോടൊപ്പമുണ്ട്. ഡെൽറ്റ തരംഗത്തിലൊക്കെ മറ്റ് സ്ഥലത്ത് നഷ്ടപ്പെട്ട സങ്കീർണതകളെക്കാൾ കുറവാണ് കേരളത്തിൽ. ആക്ച്വലി നമ്മുടെ നാട്ടിൽ വി ആർ ഓൾ സർവൈവിംഗ്. മെജോറിറ്റി ഓഫ് us ഹാവ് സർവൈവ്ഡ് ദി പ്രീവിയസ് ഫേസ്. കഴിഞ്ഞ തരംഗങ്ങളെ അതിജീവിച്ച ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ ഇന്ന് നമ്മളോടൊപ്പമുണ്ട്. അവരെ സുരക്ഷിതരാക്കുന്നതിനു വേണ്ടി ഈ കണ്ണികളിൽ പെടാതിരിക്കാൻ, കാരണം ഈ ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് പോകുമ്പോൾ ഇത്തരത്തിൽ രോഗം വന്നാൽ സങ്കീർണത വരാൻ സാധ്യതയുള്ള ഒരുപാട് പേര് നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ 2 ഡോസ് വാക്സിൻ എടുത്താലും നമ്മൾ ഇതിനെ അസുഖം കഴിയുന്നത്ര വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് ലക്ഷണങ്ങളുള്ളവർ വീട്ടിൽ ഇരിക്കണം എന്ന് പറയുന്നത്. ലക്ഷണങ്ങളുള്ളവർ വീട്ടിൽ ഇരിക്കുമ്പോഴും ഇനി വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ പേര് ഗൃഹ പരിചരണം അല്ലെങ്കിൽ ഹോം കെയറിലേക്ക് പോകുമ്പോൾ, അതാണ് നേരത്തെ ഡോക്ടർ സുൽഫി പറഞ്ഞത്, 3 ദിവസത്തോളം പനി കുറയാതെ 3 ദിവസം, അതായത് 100 ഡിഗ്രി ഫാരൻഹീറ്റിനൊക്കെ കൂടുതൽ 3 ദിവസത്തിൽ കൂടുതൽ ലക്ഷണമുണ്ടെങ്കിൽ, ശ്വാസ തടസ്സം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ കഴിയുന്നത്ര ഒരു പൾസ് ഓക്സിമീറ്റർ വെച്ചിട്ട്, ഇപ്പം IMA തന്നെ ഒരു പൾസ് ഓക്സിമീറ്റർ ബാങ്ക് തുടങ്ങിയതായിട്ട് പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ വഴി, റെസിഡൻസ് അസോസിയേഷൻ വഴി, നമ്മുടെ മറ്റു സാമൂഹിക സംഘടനകൾ വഴിയൊക്കെ ഈ പൾസ് ഓക്സിമീറ്റർ ബാങ്ക് തുടങ്ങാനും അതൊക്കെ ഈ അസുഖമുള്ളവരുടെ വീട്ടിൽ കൊടുക്കാനും, അപ്പൊ അങ്ങനെയാണെങ്കിൽ അവർക്ക് പൾസും നോക്കാൻ പറ്റും, ഓക്സിജനും നോക്കാൻ പറ്റും. അപ്പൊ ഓക്സിജന് നേരത്തെ 94 താഴെന്ന് പറഞ്ഞു, ഇപ്പൊ 93 താഴെയൊക്കെയാണ് റൂം എയറിൽ 3 പ്രാവശ്യം അത് നോക്കി 1 മണിക്കൂറിനകം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആശുപത്രിയിൽ വരണം. അതുപോലെ ഇപ്പൊ നെഞ്ചിന് അസ്വസ്ഥത, അതല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ തോന്നുന്നു, പ്രായമായവർക്കൊക്കെ വന്നതാണ്, പ്രമേഹമൊക്കെ ഉള്ള ആളാണ്, കഠിനമായ ക്ഷീണവും ശരീരവേദനയും ഒക്കെ കൂടുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ആശുപത്രിയിൽ എത്തണം എന്നുള്ളതും നമ്മളെ സംബന്ധിച്ചിടത്തോളം, കാരണം ഈ കേസുകൾ കൂടുമ്പോൾ പ്രധാനമാണ്. അപ്പൊ ഈ കൂടുതൽ പേർക്കും ഇത് ഗുരുതരമാകുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ കുറച്ചു പേർക്ക് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇവരെ കഴിയുന്നത്ര നേരത്തെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തണം എന്നുള്ളതും പ്രധാനമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ തരംഗത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ 2 പ്രധാന ലക്ഷ്യങ്ങളാണ് നമ്മുടെ മുന്നിൽ. ഒന്ന്, കഴിയുന്നത്ര നമ്മൾ ഓരോരുത്തരും ഇതിൽ പെട്ടുപോകാന്ന് വെച്ചാൽ എപ്പോഴെങ്കിലും വരിക എന്നുള്ളത്, അതായത് അടുത്ത 4 ആഴ്ചക്കുള്ളിൽ ഏതെങ്കിലും സമയത്ത് ആർക്കെങ്കിലും വരിക എന്നുള്ളതും അടുത്ത ആഴ്ച തന്നെ ഒരുപാട് പേർക്ക് ഒന്നിച്ചു വരിക എന്നുള്ളതും തങ്ങളിൽ വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കേണ്ടത് ഈ ഒന്നിച്ചു വരുന്ന ഒരവസ്ഥയാണ്. അത് ഡോക്ടർ സുൽഫിയും ഡോക്ടർ ഷെനോയും കഴിഞ്ഞ നേരത്തെ ആശുപത്രിയിൽ ആരോഗ്യ പ്രവർത്തകർക്ക് ഒന്നിച്ചു വരുന്നു എന്ന് പറഞ്ഞു. അത് ആരോഗ്യ പ്രവർത്തകരുടെ മാത്രം കാര്യമല്ല, ആരോഗ്യ സംവിധാനം ആരോഗ്യകരമായി ഇരിക്കണം എന്നുള്ളത് കൊണ്ട് ആരോഗ്യ സംവിധാനം, കാരണം ചികിത്സിക്കാൻ ഡോക്ടർമാരും നഴ്സുമാരും ആരോഗ്യ പ്രവർത്തകരും വേണം. അതുപോലെ തന്നെയാണ് KSRTC, അതുപോലെയാണ് ഇപ്പൊ നമ്മളെ News 18, എല്ലാവർക്കും കൂടെ ഒന്നിച്ചു വന്നാൽ നമുക്ക് സംപ്രേഷണത്തിന് പ്രശ്നം വരില്ലേ, വണ്ടി ഓടിക്കാൻ പ്രശ്നമില്ല. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒന്നിച്ചു വരുന്നത്. ആരോഗ്യ രംഗത്ത് മാത്രമല്ല, സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലും ഏത് ഓഫീസായാലും ഏത് പ്രവർത്തനം, അതാ ഏത് സെക്ടർ ആണെങ്കിലും അതിനകത്തൊരു ബുദ്ധിമുട്ടില്ലേ. അപ്പൊ അത്തരം കാര്യങ്ങൾ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാസ്ക് വളരെ പ്രധാനമാണ്. അപ്പോ വാക്സിനാണ് ഏറ്റവും പ്രധാനം. വീണ്ടും ആദ്യം വാക്സിൻ എടുത്തു തുടങ്ങിയ സമയത്ത് കുറച്ച് പേടിച്ചും ചെറിയ അലർജി ഉള്ളവരും ഒക്കെ എടുക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവര് വാക്സിനേഷൻ കംപ്ലീറ്റ് ചെയ്യണം. ബൂസ്റ്റർ ഡോസ് എടുക്കാൻ അതിന്റെ എലിജിബിൾ ആയിട്ടുള്ളവർ ബൂസ്റ്റർ ഡോസ് എടുക്കണം. കാരണം ഇത് ആന്റിബോഡി വരും എന്നൊക്കെ പറയും. ആന്റിബോഡി മാത്രമല്ല, വാക്സിനോളജിയിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, കാരണം ഇത് മാത്രമല്ലല്ലോ നമ്മൾ ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന വാക്സിൻ ഇതല്ല ആദ്യമായിട്ട്. കാരണം ഇപ്പൊ ഈ ക്ഷയരോഗം, ലെപ്രസി തുടങ്ങിയതിൽ ഇതിന്റെയൊക്കെ ഇമ്മ്യൂണോളജി വളരെ സങ്കീർണമാണ്, വളരെ കോംപ്ലക്സ് ആണ്. നമ്മുടെ T സെൽസ്, സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി, നമ്മുടെ ആ സെല്ലുകൾ, കോശങ്ങൾ വഴിയുള്ള നമ്മുടെ രോഗപ്രതിരോധം എന്ന് പറയുന്നത് അത് ഹൈലി ഇവോൾവ്ഡ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വാക്സിനുകൾക്ക് നമ്മൾക്ക് ഗുരുതരാവസ്ഥയിൽ നിന്ന് നൽകാൻ പറ്റുന്ന സംരക്ഷണമാണ് ഈ പാൻഡമിക്കിനെ അതിജീവിക്കാൻ മാനവരാശിക്ക് ഏറ്റവും വലിയ കരുത്ത്. അപ്പൊ പക്ഷെ ഈ ഒരു സർജ് വരുന്ന സമയത്ത് അതോടൊപ്പം തന്നെ എല്ലാവർക്കും ഒന്നിച്ച് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ സുൽഫി പറഞ്ഞ പോലെ N95 മാസ്ക് വളരെ പ്രധാനമാണ്. അപ്പൊ ജോലിക്ക് പോകാതെ വീട്ടിലിരിക്കുക എന്നതിന് പകരം N95 മാസ്ക് എല്ലാ തൊഴിലിടങ്ങളിലും, എല്ലാ പൊതുസ്ഥലങ്ങളിലും, അതുപോലെ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് വളരെ വളരെ പ്രധാനമാണ്. അപ്പൊ ഈ 2 പ്രതിരോധങ്ങളുമാണ് ഏറ്റവും പ്രധാനം. മൂന്നാമത്തെ പ്രതിരോധം, നമ്മൾ നേരത്തെ കുറച്ച് ഈ SMS പറഞ്ഞ പോലെ ഇപ്പോഴത്തെ മൂന്നാമത്തെ ഏറ്റവും പ്രധാനം എനിക്ക് തോന്നുന്നത് ഈ വെന്റിലേഷൻ ആണ്, വായു സഞ്ചാരമാണ്. നമുക്കൊരു നിവൃത്തി ഉണ്ടെങ്കിൽ നമ്മൾ തുറന്നിട്ട വാതിലുകളും ജനലുകളും, നമുക്ക് ഒരുപാട് തൊഴിൽ മുറികൾ അടഞ്ഞതാണ്. ഇപ്പൊ ഈ അടഞ്ഞ ചില സ്ഥലങ്ങൾ അങ്ങനെ തന്നെ പറ്റൂ. കാരണം ഇപ്പൊ ഒരു ഓപ്പറേഷൻ തിയേറ്റർ അങ്ങനെയാണെങ്കിൽ 5 to 6 എയർ ചേഞ്ചസ് പെർ അവർ, അത്
ചില നമ്മുടെ പല ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ ഹെപ്പാ ഫിൽട്ടർ അങ്ങനെയുള്ള സംവിധാനങ്ങളുണ്ട്. അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഇല്ലാത്ത സ്ഥലം, ഇഫ് യു ക്യാൻ അഫോർഡ് ടു ജസ്റ്റ് ഓപ്പൺ അപ്പ് എല്ലാ തൊഴിലിടങ്ങളും തുറന്നിടാൻ പറ്റുന്ന സ്ഥലങ്ങൾ കഴിയുന്നത്ര നമ്മൾ തുറന്നു തന്നെ ഇടണം. കാരണം ഇതില് 5 പേർക്ക് ഒന്നിച്ചു വരുന്നതും 5 പേർക്ക് 5 സമയത്തായിട്ട് വരുന്നതും തങ്ങളിൽ ഒരു വ്യത്യാസമുണ്ട്. അപ്പൊ ആ ഒരു പടരലിന്റെ വേഗത്തെ കുറയ്ക്കാനായിട്ട് മാസ്ക്, ഈ വായു സഞ്ചാരവും നമ്മളെ വളരെ വളരെ സഹായിക്കും. ഇപ്പൊ ഇത് രണ്ടുമാണ് പ്രതിരോധത്തിൽ ഏറ്റവും പ്രധാനം. പിന്നെ കേസുകളുടെ എണ്ണം തീർച്ചയായും ഡോക്ടർ പി സിന്ധു താങ്കൾ പറഞ്ഞ ആ പോയിന്റ് ഇപ്പോൾ ഡോക്ടർ അമർ ഫെറ്റിൽ കൂടി ചേരുന്നു. ഡോക്ടർ അമർ, ഇപ്പോൾ മാഡം പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും ഒരുമിച്ച് വരിക അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് ഒരുമിച്ച് വരിക എന്നൊരു അവസ്ഥയാണ് നമ്മൾ ഇത്രയും കാലത്തെ അനുഭവത്തിൽ പേടിയോടെ കാണുന്നത് അല്ലെങ്കിൽ ആശങ്കയോടെ കാണുന്നത്. നിലവിൽ ഇതിൻ്റെ ഒരു പോക്ക് കണ്ടിട്ട് താങ്കൾക്ക് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ഈ ഒരു വേവ്? മാത്രമല്ല വരും ദിവസങ്ങളിലെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഡെൽറ്റ വല്ല കൂടി നിന്ന സമയമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിന് സമാനമായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ കാണുന്നത്. പക്ഷെ ഒരു വ്യത്യാസം, അന്ന് നമ്മളൊരു ദിവസം വരുന്ന ടോട്ടൽ കേസിന്റെ എണ്ണം ഈ എണ്ണിയെടുക്കുമ്പോൾ ഇത്ര ഉണ്ട്. പക്ഷെ നമ്മൾ ഇൻഡിവിജ്വലി നോക്കുമ്പോഴേക്കും പലർക്കും പല തോതിൽ വലിയ നമ്പർ ഓഫ് കേസസ് അറിയാവുന്നവർക്ക് വരുന്നുണ്ട്. എങ്ങനെയാണെങ്കിലും ഇപ്പോൾ ഒമൈക്രോൺ ആണ് ഇത് ഡ്രൈവ് ചെയ്യുന്നതെന്നും അല്ല ഡെൽറ്റ ആണോ കൂടുതൽ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എല്ലാവരും അങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ സാധ്യമല്ല. എങ്ങനെയാണെങ്കിലും കേസുകളുടെ എണ്ണം കൂടുന്നുണ്ടെന്നുള്ളത് യാതൊരു സംശയമില്ലാത്തൊരു കാര്യമാണ്. അങ്ങനെ കൂടുമ്പോൾ ഞാനിപ്പോൾ ഡോക്ടർ ഇന്ദു പറഞ്ഞതിന്റെ അവസാന ഭാഗം കേട്ടോണ്ടിരിക്കുകയായിരുന്നു. വളരെ ശരിയാണ് പറഞ്ഞത്. ഈ ഒന്നിച്ച് കേസസ് വന്നതിനെയാണ് സ്പൈക്ക് എന്ന് പറയുന്നത്. ആ സ്പൈക്കാണ് പല മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഉണ്ടാവുകയും വളരെയധികം ജനങ്ങൾക്ക് പ്രയാസവും വിഷമമൊക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കി തീർത്തത്. നേരെ മറിച്ച് നമ്മൾ കേരളത്തിലെ കഴിഞ്ഞ കൊല്ലം എല്ലാം ചെയ്തത് ഇങ്ങനെ അത് കൺട്രോൾ ചെയ്ത് നീട്ടി കുറേ കൂടെ കാലമാണെങ്കിലും കുറച്ച് കേസസ് ഒന്നും ഉണ്ടാകുന്നത് നീണ്ടുപോകുന്നു. അത് കുഴപ്പമില്ല. കാരണം നമുക്ക് ഡീൽ ചെയ്യാം. ഡോക്ടേഴ്സിന് അവകാശം കിട്ടും അവരെ അഡ്മിറ്റ് ചെയ്യാനും ബെഡ് ഫ്രീ ആകാനും അവരെ ഡീൽ ചെയ്യാനും അവരെ ശരിയാക്കി എടുക്കാനും. അപ്പൊ അത് ചെയ്യാൻ വേണ്ടി പബ്ലിക്കിനാണ് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് എഫേർട്ട് എടുക്കാവുന്നത്. നമ്മൾക്ക് നിർദ്ദേശം കൊടുക്കാം. ഗവൺമെന്റ് അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പിന്റെ ഒക്കെ നിർദ്ദേശങ്ങൾ എല്ലാം വളരെ ശാസ്ത്രീയമായിട്ടുള്ള കണക്കൂട്ടലിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഇതൊന്നും കളിതമാശയിൽ എടുക്കുന്ന നിർദ്ദേശങ്ങളല്ല. വളരെയധികം ചിന്തിച്ച് ആലോചിച്ച് പരിഗണിച്ചാണ് എടുക്കുന്നത്. അപ്പൊ അതിനെ കറക്റ്റായിട്ട് പാലിക്കുക. പിന്നെ വ്യക്തിപരമായിട്ടുള്ള സൂക്ഷിപ്പ് എന്ന് പറയുമ്പോൾ മാസ്ക് തന്നെയാണ് എനിക്ക് തോന്നുന്ന എല്ലാ മെഷേഴ്സിന്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് നമ്പർ 1 സ്ഥാനം ഞാൻ മാസ്കിന് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പൊ ശരിയായ രീതിയിലുള്ള മാസ്ക് പൊതുസ്ഥലങ്ങളിൽ ഈ പറഞ്ഞ ഒരു N95 മാസ്ക് ഉപയോഗിക്കുക. അത് ശരിയായ വെൽ ഫിറ്റഡ് ആയിരിക്കണം. അതായത് നമ്മൾ ശരിക്ക് വായു മൂക്കുക കറക്റ്റ് മൂടി ടൈറ്റായി നിൽക്കുന്ന ടൈപ്പ് മാസ്ക് ആയിരിക്കണം. അത് ഉപയോഗിക്കുക. പിന്നെ അല്ലാതെയുള്ള നേരത്ത് നമ്മൾ എത്രത്തോളം അകൽച്ച മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ടിലൊക്കെ അകൽച്ച മെയിൻറ്റെയിൻ ചെയ്യാൻ അത്ര എളുപ്പമല്ല. പക്ഷെ ചടങ്ങുകളുടെ കാര്യത്തിലാണ് ഞാൻ പറയുന്നത്. ഈവൻ ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്ന വ്യക്തി, ഒരു തൊഴിലിടത്തിൽ പോകുന്നയാള് സാധാരണ ദിവസങ്ങളിൽ ചെയ്യുന്ന പോലെ എല്ലാവരുമായിട്ട് ഒന്നിച്ചിരുന്ന് കാപ്പി കുടിക്കുക, ക്യാൻറ്റീനിൽ പോവുക, വഴിയിലൊക്കെ കൂട്ടം കൂടി സംസാരിക്കുക, ഇതൊക്കെ സാധാരണ സാമൂഹ്യമായിട്ടുള്ള ഇന്ററാക്ഷൻസാണ്. അപ്പൊ അവിടെയൊക്കെ നമ്മൾ ഓരോ വ്യക്തിയും പരസ്പരം ഓർമ്മിപ്പിക്കണം. ഇത് കോവിഡ് കൂടിയ നേരമാണ്, നമുക്ക് മാറി മാറി നിൽക്കാം, അകന്ന് നിന്ന് സംസാരിക്കാം, ഇതിലായ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓർമ്മിപ്പിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഒരു ഗവൺമെന്റ് ന്യൂസ് ഐറ്റമോ അല്ലെങ്കിൽ ഒരു ചാനലിൽ വരുന്ന ന്യൂസ് കേൾക്കുന്ന എല്ലാവരും ഓർമ്മിക്കില്ല. പക്ഷെ പരസ്പരം ഓർമ്മിപ്പിക്കുമ്പോഴേക്കും ആൾക്കാർക്ക് ഈ അകൽച്ച മെയിൻറ്റെയിൻ ചെയ്യേണ്ട പ്രാധാന്യം തോന്നും. അപ്പൊ അവിടെയാണ് അത് ജനങ്ങളിൽ പ്രേരിപ്പിക്കുക. അങ്ങനെ ഒരു ശീലം പരസ്പരം റിമൈൻഡ് ചെയ്യുന്നത് തെറ്റില്ല എന്ന് റിമൈൻഡ് ചെയ്യുക. അപ്പൊ അത് ഒന്ന് ചാനൽസ് എല്ലാം ചെയ്യുന്ന വളരെ നല്ലതായിരിക്കും. പിന്നെ കൈ വൃത്തിയാക്കുന്നതിനകത്ത് നല്ല കുറവ് ഇപ്പോൾ വന്നിട്ടുണ്ട്. എന്താ വെച്ചാൽ പണ്ടൊക്കെ ഈവൻ ഒരു കടയിൽ പോയി, ഞാനിപ്പോൾ ഒരു കടയിൽ കയറി ഇറങ്ങുമ്പോൾ അതിന്റെ മുറ്റത്ത് വെച്ചിരിക്കുന്ന സാനിറ്റൈസർ വർക്ക് ചെയ്യുന്നില്ല, ഇത് കിട്ടി. അവിടെ ഉള്ളപ്പോൾ തന്നെ പലരും കയറി പോകുമ്പോൾ ഒന്ന് ഞെക്കിയിട്ട് എടുക്കാറുണ്ട്, കയ്യിൽ ഇറങ്ങി വരുമ്പോൾ ചെയ്യുന്നില്ല. ആ കടയിൽ പെരുമാറുമ്പോഴാണ് കൈ ഏറ്റവും അധികം കണ്ടാമിനേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇറങ്ങി വരുമ്പോൾ കൂടെ ചെയ്യുന്നത് വളരെ പ്രധാനമാണ്. കാരണം ഈ ഇറങ്ങിയ കൈയുമായിട്ട് വരുന്ന സാധനങ്ങളായിട്ട് അവരവരുടെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പൊ കൈ വൃത്തിയാക്കൽ. പിന്നെ വാക്സിനേഷനിൽ ഈ പറഞ്ഞ പോലെ ചില ഗ്യാപ്സ് കാണും. അതായത് എടുക്കാൻ മടിച്ചവരും കുഴപ്പമില്ല, ഇത് എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നവരൊക്കെ ഉണ്ട്. പിന്നെ എടുത്തിട്ട് വലിയൊരു സംഖ്യ ആൾക്കാരെന്താ വെച്ചാൽ ഇത് എടുത്തു കഴിഞ്ഞിട്ടും കോവിഡ് വന്നു. അത് സ്വാഭാവികമാണ്. വാക്സിൻ എടുത്തു കഴിഞ്ഞാലും കോവിഡ് വന്നേക്കാം, അതിൽ യാതൊരു അതിശയവും നമ്മൾ കാണുന്നില്ല. പക്ഷെ നമ്മൾ നോക്കുന്നത് എന്താണ്, ഈ വരുന്ന കോവിഡ് കൊണ്ട് ഹോസ്പിറ്റലിൽ ചെല്ലേണ്ടി വരുമോ? അത് ഇല്ല. അത് വലിയ ശതമാനം പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നത് ഈ വാക്സിനേഷൻ കൊണ്ട്. അതുപോലെ ഹോസ്പിറ്റലിലായവർ വളരെ സുഖമായിട്ട് 5 ദിവസം ഒബ്സർവേഷൻ അല്ലെങ്കിൽ 7 days ഒബ്സർവേഷൻ കഴിഞ്ഞ് തിരിച്ചു വരുന്നു. അതായത് അവർ ICUവിൽ കയറേണ്ട ആവശ്യമോ അവരെ വെന്റിലേറ്റർ കയറ്റ ആവശ്യമോ വരാതെ അത് ഗണ്യമായിട്ട് അതിന്റെ ആവശ്യവും കുറഞ്ഞിട്ടുണ്ട്. ദെയർഫോർ വാക്സിനേഷൻ കംപ്ലീറ്റ് കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ വരുന്ന കോവിഡ് മൈൽഡായി നിൽക്കുന്നുള്ളൊരു നല്ല ഉറപ്പ് നമുക്കിപ്പോൾ ആരോഗ്യത്തിനുള്ള എക്സ്പെർട്സിന്റെ പറയാൻ സാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് വാക്സിനേഷൻ എടുക്കേണ്ടത്. പിന്നെ കുട്ടികളുടെ കാര്യത്തിൽ ഇപ്പൊ സ്കൂൾസും മറ്റ് ഇന്ററാക്ഷനൊക്കെ കുട്ടികൾക്ക് ഇപ്പോഴും ഉണ്ട്. അതിപ്പോ സ്കൂൾ ചില നേരത്തെ ക്ലോസ് ചെയ്യും, ചില നേരത്തെ തുറക്കും. തുറന്നാലും ശരി അടച്ചാലും ശരി കുട്ടികൾ തമ്മിലുള്ള ഇന്ററാക്ഷനിൽ ഈ മുതിർന്നവരുടെ സേഫ്റ്റി എല്ലാം കൊച്ചു കുട്ടികൾ
ആൻഡ് എസ്പെഷ്യലി ടീനേജ് എന്ന് വെച്ചാൽ കോളേജ് ഞാൻ കഴിഞ്ഞ ദിവസം ഒന്ന് വിളിച്ച് നോക്കി അവിടുത്തെ അവസ്ഥ അറിയാൻ വേണ്ടി. അപ്പോൾ നോക്കിയപ്പോൾ അവിടെ ക്യാമ്പസിലെ കുട്ടികൾ വലിയ ശതമാനം 30% കുട്ടികൾ മാസ്ക് ഒന്നും ഇട്ടിട്ടില്ല, കൂട്ടം കൂടിയാണ് പെരുമാറുന്നത്. നമ്മൾ റിമൈൻഡ് ചെയ്യുമ്പോഴും അവർക്ക് മാസ്ക് ഇടാൻ ഭയങ്കര വൈമുഖ്യം. അപ്പൊ അവിടെയൊക്കെ അങ്ങനത്തെ ക്യാമ്പസ് ഇപ്പോഴും വലിയ ക്ലാസ്സുകൾ തുറന്നിരിക്കുകയാണല്ലോ. അപ്പൊ അവിടെയൊക്കെ ഇത് അനുസരിക്കാൻ വലിയൊരു വൈമുഖ്യം കുട്ടികൾക്ക് കാണുന്നുണ്ട്. അത് പരസ്പരം കളിയാക്കുകയും ഇതിന്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ള നിലയ്ക്ക് പല കുട്ടികളും പെരുമാറുന്നുണ്ട്. അപ്പൊ അവിടെ നമുക്കൊന്ന് ഒരു ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. അധ്യാപകരും ബാക്കിയുള്ളവരെല്ലാം അതിനെ ഒന്ന് കുട്ടികളെ പ്രേരിപ്പിച്ച് കറക്റ്റായിട്ട് മാസ്കിന്റെ ഉപയോഗവും ഫിസിക്കൽ ഡിസ്റ്റൻസ്, ശാരീരിക അകലം. അപ്പൊ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ഓഫ് മെഷേഴ്സ് കൊണ്ടാണ് നമ്മൾ കറക്റ്റായിട്ട് ഇത് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. സോഷ്യൽ മീഡിയയെ പറ്റി പ്രത്യേകിച്ച് ഒരു വാക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല. അബദ്ധമായിട്ടുള്ള മെസ്സേജസ് ഉണ്ട്. അത് ഒരിക്കലും നേരെ വിശ്വസിച്ച് ഫോർവേഡ് ചെയ്ത് കളയരുത്. ഏത് മെസ്സേജ് കിട്ടിയാലും നിങ്ങൾ അത് ശരിയാണോ അല്ലയോ എന്നറിയാൻ വേണ്ടി ദിശയിലേക്ക് ഫോൺ ചെയ്യുക. ദിശയിൽ ഫോൺ ചെയ്ത് നമ്മുടെ ഏതെങ്കിലും എക്സ്പേർട്ട് അതിനെപ്പറ്റി പറഞ്ഞു അത് ശരിയാണോ, ഇതിനകത്തുള്ള കണ്ടന്റ് ശരിയാണോ അല്ലേ, എന്നിട്ട് മാത്രമേ ഈ ആരോഗ്യം എന്ന് തോന്നിക്കുന്ന മെസ്സേജുകൾ നമ്മുടെ സുഹൃത്തുക്കൾക്കും ഗ്രൂപ്പിലൊക്കെ ഫോർവേഡ് ചെയ്യാവും. ഇതൊക്കെയാണ് ഈ നേരത്തെ പ്രധാന കാര്യങ്ങൾ. അഭ്യൂഹങ്ങൾക്ക് കേട്ട് പേടിച്ച് വീഴാതിരിക്കുക. ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം കേട്ട് അതിനെ കൊണ്ട് നമ്മുടെ ബിഹേവിയർ മോഡിഫൈ ചെയ്യുക. ഡോക്ടർ അമർ ഫെറ്റിലാണ് വിശദീകരിച്ചത്. ഡോക്ടർ സുൽഫി നൂഹി ഘട്ടത്തിൽ ചേരുന്നു. അതിലേക്ക് വരും മുമ്പ് ഒരു ചെറിയ ഇടവേള. ഡോക്ടർ സുൽഫി ചേരുന്നു. സാർ, മറ്റു ഡോക്ടർമാർ തന്നെ സൂചിപ്പിച്ച പോലെ, താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വേവിൽ ഒരുപാട് പേർക്ക് വന്നേക്കാം നിലവിൽ. അപ്പം നേരത്തെ ഡോക്ടർ സുൽഫി താങ്കൾ വീട്ടിലിരിക്കുന്നവരുടെ കാര്യം പറഞ്ഞു. അവരെന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഏതൊക്കെ രീതിയിലാണ് ശ്വാസം എടുക്കുന്നതാണ്, മറ്റു കാര്യങ്ങളാണെങ്കിലും അത് വളരെ ഉപകാരപ്രദവുമാണ് വീട്ടിലിരിക്കുന്നവർക്ക്. ഒരു കാര്യം കൂടി ഇതിനായി ബന്ധപ്പെട്ട് വന്നു പോയവർക്ക്, ഞാൻ നേരത്തെ ആ കാര്യം മാഡത്തോട് ചോദിച്ചിരുന്നു. വന്നു പോയവർക്ക് പലർക്കും ഈ ഷുഗറിൻ്റെ ലെവലിൽ, പ്രഷറിൻ്റെ ലെവലിലൊക്കെ മാറ്റം വരികയും അത് എൻ്റെ പല സുഹൃത്തുക്കളും ചിലർക്ക് ചില പ്രശ്നങ്ങളൊക്കെ ആവുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു അതിലേക്ക് കൂടി നമുക്ക് വരാം. ഈ വന്നു പോയവർ പിന്നീട് എന്തൊക്കെ ടെസ്റ്റുകളാണ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയാണ് താങ്കളുടെ ഒരു അനുഭവം? ഒരു കാര്യം പ്രാഥമികമായിട്ട് പറയാം. നമുക്ക് കോവിഡിന്റെ പോസ്റ്റ് കോവിഡ് എന്ന് പറയുന്ന ഒരു സിനാരിയോ അല്ലെങ്കിൽ ലോങ് കോവിഡ് എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റി സിഗ്നിഫിക്കന്റ് ആണ്. അതിന് ഞാൻ തള്ളിക്കളയുന്നില്ല. പക്ഷേ നമ്മൾ അതിന് ഒരുപാട് ഓവർ എംഫസൈസ് കൊടുക്കുന്നു. നമുക്ക് എന്ത് അസുഖം വന്നാലും അതൊരു പോസ്റ്റ് കോവിഡ് എന്ന് പറയുന്ന ഒരു ട്രെൻഡ് നമുക്ക് ഉണ്ട്. എസ്പെഷ്യലി ഇപ്പോൾ അതിന്റെ അങ്ങനെ ഭയപ്പെടേണ്ട കാര്യമില്ല. ആ കോവിഡ് വന്ന ആളിന് പിന്നെ ദീർഘനാള് എപ്പോഴും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വർഷങ്ങളോളം നീണ്ടു നിൽക്കും എന്നുള്ളൊരു കോൺസെപ്റ്റ് ജനറലൈസ് ചെയ്യുന്നത് ശരിയല്ല. പോസ്റ്റ് കോവിഡിന്റെ വളരെ വ്യക്തമായ നിർവചനം ലോകാരോഗ്യ സംഘടന പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു നിർവചനത്തിനകത്ത് വന്നാൽ മാത്രമേ, അതായത് മറ്റ് അസുഖങ്ങൾ മൂലമല്ല ഈ ഇപ്പോൾ വന്നിരിക്കുന്ന അല്ലെങ്കിൽ കോവിഡ് വന്നതിന് ശേഷമുള്ള രോഗലക്ഷണങ്ങളോ അല്ലെങ്കിൽ രോഗങ്ങളോ നിലനിൽക്കുന്ന തെളിയിക്കപ്പെട്ടാൽ മാത്രമേ നമുക്കൊരു ഒരു കോവിഡിലേക്ക് നമുക്ക് മാറ്റി നിർത്താൻ കഴിയുള്ളൂ. ആ ഡെഫിനിഷൻ പോലും ഓരോ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ് ഈ പോസ്റ്റ് കോവിഡ് എൻറ്റിറ്റി എന്നുള്ള രീതി. ഞാൻ അത് പ്രാഥമികമായിട്ട് പറയുന്നുള്ളൂ. ഞാൻ പറഞ്ഞു വന്നത്, നമുക്കിപ്പോ ഒരു കോവിഡ് വന്നു പോയി കഴിഞ്ഞാൽ അതുമൂലമാണ് മറ്റ് ഒരുപക്ഷെ ഡയബറ്റീസിനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കൊക്കെ വ്യത്യാസം ഉണ്ടാകുന്നത് എന്ന് മാത്രം പറയാൻ പറ്റില്ല. മറ്റ് പല കാരണങ്ങളും ഇതിന് ഡിപ്പെൻഡ് ആണ്. പല കാര്യങ്ങളും ഇതിനെ സ്വാധീനിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം പറയാം, ഡെഫിനറ്റ്ലി ഡയബറ്റീസിൽ വ്യത്യാസം വരുന്നതായിട്ട് കാണുന്നുണ്ട്. മറ്റ് ദീർഘനാൾ നിൽക്കുന്ന ക്ഷീണം കാണുന്നതായിട്ട് പറയുന്നുണ്ട്. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റുകളിൽ വ്യത്യാസം വരുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട്. ഇതെല്ലാം കാണുന്നുണ്ട്. പക്ഷേ നമുക്ക് പ്രാഥമികമായിട്ട് എന്ത് വ്യത്യാസം വന്നാലും അത് കോവിഡ് കാരണമാണ് എന്ന് ധരിക്കരുത്. ചിലപ്പോൾ നമ്മുടെ ആഹാര രീതിയിൽ വന്ന വ്യത്യാസമായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ ഗുളികകൾ കഴിക്കുന്നതിലുണ്ടായിരിക്കുന്ന വ്യത്യാസമായിരിക്കാം. ബേസിക്കലി നമുക്ക് രോഗലക്ഷണങ്ങൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, രോഗലക്ഷണങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഈവൻ കോവിഡ് വന്ന് പോയതിനു ശേഷവും ദീർഘനാൾ നമുക്ക് രോഗലക്ഷണങ്ങൾ നിൽക്കുകയാണെങ്കിൽ ഒരു റുട്ടീൻ ഇവാലുവേഷൻ നമുക്ക് തീർച്ചയായിട്ടും നല്ലതാണ്. നമുക്ക് റുട്ടീൻ ഇവാലുവേഷൻ നമുക്കറിയാം, ബ്ലഡിലെ സാധാരണ ടെസ്റ്റ് ആവശ്യമാണ്. ബ്ലഡ് ഷുഗറിന്റെ അളവ് നോക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് ചെയ്യണം. നെഞ്ചിന്റെ ഒരു എക്സ്റേ നമുക്ക് ആവശ്യമായി വന്നേക്കാം. അങ്ങനെയുള്ള റുട്ടീൻ ടെസ്റ്റുകൾ നമുക്ക് തീർച്ചയായിട്ടും ചെയ്യുന്നത് നല്ലതായിരിക്കും. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് അതിനോടൊപ്പം ചെയ്ത് നോക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരം ടെസ്റ്റുകൾ ചെയ്ത് നോക്കുക. പക്ഷെ ഒരു ഓവർ ടെസ്റ്റിങ്ങിന്റെയോ അല്ലെങ്കിൽ നമുക്ക് ഇതെല്ലാം മറ്റെന്തെങ്കിലും ആവശ്യമില്ലാതെ സ്കാൻ ചെയ്ത് നോക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ആവശ്യം. ഒരു ഡോക്ടറിനെ സമീപിക്കുക. പ്രിഫറബിളി നിങ്ങളുടെ ഫാമിലി ഡോക്ടറിന്റെ അടുത്ത് തന്നെ പോവുക. സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടറിനെ കാണിക്കുക. ഡോക്ടർ അഡ്വൈസ് ചെയ്യുകയാണെങ്കിൽ മാത്രം ടെസ്റ്റുകൾ ചെയ്യുകയും അതിനെ ഇന്റർപ്രറ്റ് ചെയ്തിട്ട് ആവശ്യമാണെന്നുണ്ടെങ്കിൽ അതിൽ ഇന്റർഫെർ ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് പണ്ടെപ്പോഴോ വന്നു പോയ മൈഗ്രെയിൻ കോവിഡ് കാരണം വന്നു, അല്ലെങ്കിൽ ബാക്ക് പെയിൻ നമുക്ക് കൂടി, അങ്ങനെയുള്ള ഒരു വീക്ക് ആയിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ ഡെഫിനറ്റ്ലി നമുക്കൊരു 3 മാസങ്ങൾക്ക് ശേഷമൊക്കെ തന്നെ കോവിഡ് വന്ന് തുടക്കം മുതൽ ഒരു 3 മാസങ്ങൾക്ക് ശേഷവും നമുക്കിത് കൺസിസ്റ്റന്റ് ആയിട്ട് രോഗലക്ഷണങ്ങൾ നിൽക്കുകയും അത് മറ്റ് അസുഖങ്ങൾ മൂലമല്ല എന്ന് പറയുകയാണെങ്കിൽ മാത്രമേ ഈ പോസ്റ്റ് കോവിഡിന് ഒരു റിലവൻസ് ഉള്ളൂ. എങ്കിലും
നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് സിംറ്റംസും അല്ലെങ്കിൽ എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ നിൽക്കുകയാണെങ്കിൽ ഡോക്ടറുടെ അടുത്ത് പോയിട്ട്, ഫാമിലി ഡോക്ടറിന്റെ അടുത്ത് തന്നെ പോയിട്ട് ടെസ്റ്റുകൾ ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ചെയ്തു പോകുന്നതാണ് നല്ലത്. ആവശ്യമില്ലാത്ത സ്വയം ടെസ്റ്റുകൾക്ക് വിധേയമാക്കുന്നത് ഉചിതമായിരിക്കും എന്ന് തോന്നുന്നില്ല. അതാണ് പ്രാഥമികമായിട്ട് പറയാനുള്ളത്. താങ്കളിലേക്ക് തിരിച്ചു വരാൻ വളരെ പെട്ടെന്ന് ഒരു ഇടവേള കൂടി. ഡോക്ടർ പി എസ് സിന്ധു ചേരുന്നു. മാഡം, ഏതായാലും ഇത്രയും നേരം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന വരാൻ പോകുന്ന ദിവസങ്ങളുടെ നിർണായകതയെക്കുറിച്ചാണ്. മാഡം നേരത്തെ പറഞ്ഞ പോയിന്റ് പോലെ തന്നെ ഒരുപാട് പേർക്ക് ഒരുമിച്ച് വരാതിരിക്കുക എന്നുള്ളത് തന്നെയായിരിക്കണം നമ്മുടെ പ്രിഫറൻസ് അല്ലേ? അതിന് വേണ്ടിയിട്ട് സർക്കാരാവട്ടെ ജനങ്ങളാവട്ടെ, നമ്മൾ നേരത്തെയും പറഞ്ഞു വെച്ചു, എന്തായാലും ചുരുങ്ങിയ വാക്കുകളിൽ ആ ഒരു അവസ്ഥയിലേക്ക്, ഒരു പീക്കിലേക്ക് പോവാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. VMV എന്ന് പറഞ്ഞാൽ ആദ്യം വാക്സിൻ എടുത്താലും അസുഖം വരാമെന്ന് ഈ ചർച്ചയിലും പലപ്പോഴും സൂചിപ്പിച്ചെങ്കിലും അതില് ഈ വാക്സിൻ എടുത്താൽ അത് ഒമിക്രോൺ ആണെങ്കിൽ പോലും അതിന്റെ ആബ്സല്യൂട്ട് റിസ്ക് ഓഫ് ഇൻഫെക്ഷൻ, അതായത് വാക്സിൻ എടുക്കാത്തവരെക്കാൾ വാക്സിൻ എടുത്തവർക്ക് അസുഖം വരാനുള്ള സാധ്യത അല്ലെങ്കിൽ അപകട സാധ്യത, അതിന്റെ ആബ്സല്യൂട്ട് റിസ്ക് കുറവ് തന്നെയാണ്. ഒമിക്രോണിൻ പോലും നമ്മുടെ ഈ വാക്സിനേഷൻ പറയുന്ന അല്ലെങ്കിൽ ഇവേഡിങ് ഇമ്മ്യൂണിറ്റി നമ്മൾ പറയുമല്ലോ, നമ്മുടെ പ്രതിരോധത്തെ അതിജീവിക്കാനുള്ള കുറച്ച് കഴിവ് ഒമിക്രോണിന് ഉണ്ടെങ്കിൽ പോലും വാക്സിൻ എടുക്കാത്തവരെക്കാൾ വാക്സിൻ എടുത്തവർക്ക് ഒമിക്രോണിൽ പോലും അപകട സാധ്യത കിട്ടാനുള്ള സാധ്യതയും കുറവ് തന്നെയാണ്. അതുകൊണ്ട് വാക്സിൻ തന്നെയാണ് ഏറ്റവും പ്രധാന പ്രതിരോധം. രണ്ടാമത്തത് N95 മാസ്കുകളാണ്. മൂന്നാമത്തത് വായുസഞ്ചാരമാണ്. ഇതിൽ തന്നെ ഒന്ന് രണ്ട് മാനസികമായ സാമൂഹികമായ കാര്യങ്ങൾ കൂടി ഞാൻ സൂചിപ്പിച്ചോട്ടെ. കാരണം ഈ നമ്മൾ ഒരുപാട് ചർച്ചകൾ വരുമ്പോഴും ഈ കേസ് കൂടുമ്പോഴും ഈ സംഖ്യകൾ കേൾക്കുമ്പോഴൊക്കെ ആൾക്കാർക്ക് ഒരു മനപ്രയാസം വരാറുണ്ട്. അതുപോലെ തന്നെ ഏത് തരത്തിലുള്ള ഒരു റെസ്ട്രിക്ഷനും ഒരുപാട് മാനസികമായിട്ടും സാമൂഹികമായിട്ടുമുള്ള, അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ഒരു പരസ്പരമുള്ള ഒരു കൈകോർക്കൽ, തങ്ങളിൽ നമ്മളുടെ ഒരു പ്രശ്നങ്ങൾ പങ്കുവെക്കുക, അല്ലെങ്കിൽ അത് മറ്റുള്ളവർക്ക്, ഇപ്പം അതില് എനിക്ക് എല്ലാവർക്കും വിഷാദം എന്നല്ല, പക്ഷെ ചിലർക്കൊക്കെ ഉറക്കക്കുറവ്, സങ്കടം, സംസാരിക്കുന്നില്ല, ജോലി ചെയ്യാൻ താല്പര്യമില്ല, പാട്ട് കേൾക്കാൻ താല്പര്യമില്ല, അങ്ങനെയുള്ള ഒരു വലിയ നെഗറ്റീവ് ചിന്തകളൊക്കെ നമ്മുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും വീട്ടിലും ഒക്കെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒരുപാട് സാമ്പത്തികം ഉൾപ്പെടെയുള്ള പ്രതിസന്ധികളിലൂടെയും വെല്ലുവിളികളിലൂടെയും ഒക്കെയാണ് നമ്മൾ ഒരുപാട് പേരും കടന്നു പോകുന്നത്. അപ്പൊ അത്തരത്തിൽ ഓരോ പ്രാവശ്യവും ഈ കേസ് കൂടുമ്പോഴും തരംഗം വരുമ്പോഴും അത്തരത്തിലുള്ള പരസ്പരമുള്ള ഒരു കൈകോർക്കൽ വളരെ അത്യാവശ്യമാണ്. അപ്പൊ അതില് മാനസിക പിന്തുണ ആവശ്യമുണ്ടെങ്കിൽ അത് കൊടുക്കുകയും വേണം. അതുപോലെ ഏത് തരത്തിലാണോ സാമൂഹികമായി, അത് ഏത് തരത്തിലുള്ള പിന്തുണയാണെങ്കിലും നമ്മുടെ കൂട്ടുകാർക്കും നമ്മുടെ സുഹൃത്തുക്കൾക്കും നമ്മുടെ അയൽപക്കക്കാർക്കും തീർച്ചയായും മാഡം പറഞ്ഞതുപോലെ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഒരുപാട് കണക്കുകളുടെ എണ്ണം കൊണ്ട് നമ്മളെ ആശങ്കപ്പെടുത്തിയേക്കാം. പക്ഷേ കഴിഞ്ഞ 2 വേവും നമ്മൾ ശ്രദ്ധിച്ചതുപോലെ തന്നെ ഒരുമിച്ച് നിന്ന് അതിജീവിക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് സാധ്യമായതും. വളരെ നന്ദി ഡോക്ടർ സുൽഫി, ഡോക്ടർ പി എസ് സിന്ധു. ഇത്രയും നേരം സഹകരിച്ച മറ്റു ഡോക്ടർമാർ സമയപരിധി കാരണം നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി.